الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. നാം തുടങ്ങി വെച്ചത് മൈക്ക് സെറ്റ് മാത്രം പഠിച്ചാൽ പോരാ, നമ്മക്കാ ക്ലാസ് എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അക്കലിനെ മറികടക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു വന്നത്. എന്തുകൊണ്ട്? ലോകത്ത് മുഴുവനും കണ്ണിനെയും മണ്ണിനെയും ആരാധിക്കുന്ന ഒരു കൂട്ടരാണെങ്കിൽ കള്ളുകൂടി മുതൽ എല്ലാ തമ്മാടിത്തരങ്ങളും ഉള്ളൊരു കൂട്ടർ. ഇവരെല്ലാം എന്താക്കണം? വിലായത്തിൽ കുബറയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ചെറിയ പണിയല്ല വേണ്ടതെന്നാണ് പറയുന്നത്. കാരണം ഒരാളെ തന്നെ അയാളെ പണ്ടേയുള്ള പിടിവാശി വിടാത്ത കാലത്തോളം നേരെയാക്കാൻ കഴിയില്ലല്ലോ. അതിനെന്താക്കണം? പ്രത്യേക ശൈലികൾ വേണം. അതുകൊണ്ടാണ് ഉദ്ഉ ഇലാ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അതെവിടെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് കറക്റ്റായിട്ട് തങ്ങൾക്ക് അറിയില്ല. അതാണ് മുമ്പ് പറഞ്ഞത്. അത് ലോകം മുഴുവനാണ്, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. പണ്ടേൻ്റെ മുകളിലെന്താക്കി ഒരു തക്കലിയിൽ അവിടെ പൂണ്ട് പിടിച്ചാൽ സലിമ പറഞ്ഞില്ലേ, എങ്ങനെ വിളിച്ചാലും അതിൻ്റെ പേരിളക്കാൻ കഴിയൂല. ഇപ്പം തന്നെ നമുക്ക് കാണാമല്ലോ. അതാണ് ഈ പാറക്കല്ല് പോലത്തെ ഇവരെ പിടിച്ചിട്ട് എന്താക്കണം? വിലായത്തിൽ കുബറയ കൊടുക്കുന്നു. ദസാനിയൻ രണ്ടാമത്തത്, ഇന്നമൻ തഅമ്മല ഫി അസാലിബി ഹുജ്ജത്തിഹി അലാ അബദത്തിൽ ഔസാൻ. ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കെതിരെ തങ്ങളുടെ ഹുജ്ജത്തിൻ്റെ ശൈലി ഒരാൾ ആലോചിക്കട്ടെ. വമൻ നദറ ഫി അദില്ലത്തിഹി അൽ യഹൂദി വൻ നസാറ. യഹൂദികളുടെയും നസാറാക്കളുടെയും മേൽ തങ്ങൾ സ്ഥാപിച്ച ദലീലുകൾ ഒരാൾ നോക്കട്ടെ. വ ഇൽസാമിഹിമിൽ ഹുജ്ജത്ത് എന്താക്കി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അതിനപ്പുറം എതിർത്താൻ എന്തേ ഉള്ളൂ? കിബറ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈഫഹാമിഹിം അവർ ഉത്തരം മുട്ടിക്കുന്നു. വൈൽക്കാമിഹിം ഹജറൽ ഖിബിലാൻ. ഖിബിലാൻ എന്ന് പറഞ്ഞാൽ തോൽവിയുടെ കല്ല് ഉറവാലിട്ട് കൊടുത്തു. അതൊരു പ്രയോഗമാണ്. എന്നാൽ തറാഅത്ത് ലഹു, ആ ചിന്തിക്കുന്ന ആൾക്ക് വെളിപ്പെടും ഇസ്ആഅത്തുൻ, ഒരുപാട് തെളിവുകൾ. മിൻ അകലിയത്തിഹിൽ കുബറ, തങ്ങളുടെ ഉന്നതമായ അകലിയത്തിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമാകും. വായിക്കന, അയാൾ ഉറപ്പിക്കും അന്ന അകലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ ഉഖൂൽ, അകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പൂർണമായ അകലാണ്. വഅലാഹ, ഏറ്റവും ഉന്നതമായ അകലാണ്. വഅവ്സഉഹാ വഅഫ്ളലുഹാ എന്ന് മനസ്സിലാക്കാം. അതിന് ഒരു ഉദാഹരണമാണ് പറയുന്നു. മുമ്പ് ചരിത്രം ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ. ഒരു ഉദാഹരണം, വഹാദ ഹുസൈൻ. ആരാണ്? വാലിദ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നല്ലേ പറയലേ. ഇമ്രാൻ സഹാബിയാണ്. അവരുടെ ബാപ്പ ഹുസൈനി. അല്ലദീ യഅബുദു സബ്അത അസ്നാമൻ ഫിൽ അർളി, ഭൂമിയിൽ 7 ബിംബങ്ങൾ ആരാധിക്കുന്ന ആളാണ്. വയറ അന്നഹ ആലിഹത്തുൻ, അതൊക്കെ ആലിഹത്താണെന്ന് കാണുന്ന ആൾ വന്നു. അതോടൊപ്പം വക്കാന മുഅല്ലമൻ ഫി ഖുറൈശിൻ, ഖുറൈശികളിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹുസൈനി. ഫജാഊ, അങ്ങനെ ഖുറൈശികളൊക്കെ വന്നു ഇലൈഹി, ഓറിലേക്ക്. അതിലേക്ക് വഖാലു ലഹു, എന്നിട്ട് പറഞ്ഞ് കല്ലിം ലനാ ഹാദർ റജുല, നമുക്ക് ഈ റജുലിനോടൊപ്പം നിങ്ങളൊന്ന് സംസാരിക്കണം. ആരാ റജുലി? മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളൊന്ന് സംസാരിക്കണം. ഫഇന്നഹു യദ്കുറു ആലിഹതന, നമ്മുടെ ആലിഹത്തിനെ പറ്റി അത് പറയുന്നുണ്ട്. വയസുബ്ബുഹും, അവരെ ആക്ഷേപിക്കുന്നുണ്ട്. അത് ആലിഹത്തല്ല എന്നാ പറയുന്നു. വജാഊ, അപ്പോൾ ഖുറൈശികളൊക്കെ വന്നു. മഅഹു, ആരോടൊപ്പം? ഹുസൈനോടൊപ്പം. ഹത്താ ജലസു ഖരീബൻ മിൻ ബാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാദങ്ങൾ അടുക്കലിരുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസിഉ ലിശൈഖ്, ആ ശൈഖിന് കയറാൻ വേണ്ടി വിശാലത ചെയ്തു കൊടുക്കുന്നതെന്ന് അവർ സ്വീകരിച്ച്. എന്തുകൊണ്ട് ഷെയ്ഖ് തരീഖത്ത് ഷെയ്ഖ് എന്നല്ല, കബീറ സിന്നീൻ, വയസ്സ് കൂടുതലുള്ള ആളെന്നേ അർത്ഥമുള്ളൂ. വഹുവ ഹുസൈൻ, അതാണ് ഹുസൈനി.
ഫഖാല ഹുസൈൻ ചോദിക്കുന്നു, മാ ഹാദല്ലദീ ബലഗന അൻക, നിങ്ങളെപ്പറ്റി ഇവിടെ എന്തല്ലോ കേൾക്കുന്നുണ്ട്. എന്താ? അന്നക തസ്തിമു ആലിഹത്തന, നമ്മളെ ആലിഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. വതദ്കുറുഹും, അവരെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, അത് ആരാധ്യ വസ്തുക്കളെല്ലാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഹുസൈൻ കം തഅബുദു മിൻ ഇലാഹിൻ, നിങ്ങൾ എത്ര ഇലാഹിനെയാണ് ആരാധിക്കാറുള്ളത്? ഖാല സബ്അൻ ഫിൽ അർളി വവാഹിദൻ ഫിസ് സമാ, ഭൂമിയിൽ 7 ആലിഹത്തിനെ ആരാധിക്കും, ആകാശത്തിൽ ഒന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു ഫഇദാ മസ്സക്കൽ ളുറു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൻ മൻ തദ്ഉ, ആരെയാണ് വിളിക്കുക? താഴെയുള്ള 7 ആണോ മുകളിലുള്ള 1 ആണോ എന്ന് ചോദിച്ചു. ഫഖാല, ഹുസൈൻ പറഞ്ഞു, അദ്ഉല്ലദീ ഫിസ്സമാ, ആകാശത്തിലുള്ള ഒന്നിനെ വിളിക്കലെന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഇദാ ഹലക്കൽ മാലു, മുതൽ നശിച്ചാൽ മൻ തദ്ഉ, ആരെ വിളിക്കുന്നു? അതായത് നഷ്ടം സംഭവിച്ചാൽ. ഫഖാല, ഹുസൈൻ പറഞ്ഞു, അദ്ഉല്ലദീ ഫിസ്സമാ, അതും ആകാശത്തിലുള്ള ഒറ്റനെ തന്നെ വിളിക്കുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫയസ്തജീബു ലക വഹദഹു, അപ്പോ ആ ആകാശത്തിലുള്ള ഒറ്റ ഒരുത്തനാണ്, ഏകനായിക്കൊണ്ടാണ് ഞാൻ ഉത്തരം ചെയ്യുന്നത് അല്ലേ? അപ്പൊ ബാക്കി 7ന്റെ ആവശ്യം എന്തെന്ന്? എന്നിട്ടോ ആ ഒരുത്തനോടൊപ്പം 7 എണ്ണത്തിന് ശിർക്ക് വെക്കുകയാണോ? അതോ? ചോദ്യം, അറളീതഹു ഫിശ്ശുക്രി, ഇത് ശുക്റിൽ നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുന്നുണ്ടോ? അത് മറ്റൊരാൾ നിർവഹിക്കുക, ഒരു കാര്യത്തിനും പറ്റാത്ത ഒരുത്തനെ കൊണ്ട് പോയിട്ട് ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ശുക്റിന് യോജിച്ചതാണോ? ആം തഖാഫു അൻ യുഗ്ലബ അലൈക, അല്ല നിങ്ങൾക്ക് തോൽവി സംഭവിക്കുമെന്ന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഒറ്റക്ക് ഒരുത്തം തരുമ്പോൾ ഇവരും കൂടെ കൂടണം, അപ്പോൾ തോക്കുമല്ല, ഒറ്റക്കയറ്റി, അങ്ങനെ വല്ല പേടിയുണ്ടോ? ഫഖാല, ഹുസൈൻ പറഞ്ഞു, ലാ വാഹിദത്തുൻ മിൻ ഹാതൈൻ, നിങ്ങൾ പറഞ്ഞു 2ഉം ഇല്ലെന്ന് പറഞ്ഞു. ശുക്റിന് തൃപ്തികരമായിട്ടുമില്ല, തോക്കുന്ന പേടിയുമില്ല. ഖലബ അലൈഹി എന്ന് പറഞ്ഞാൽ അയാൾ പരാജയപ്പെട്ടു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹുസൈൻ അസ്ലിം തസ്ലം, നീ മുസ്ലിം ആയിക്കോ, എനിക്കെല്ലാം രക്ഷയുണ്ട്. ഫഖാല, അപ്പൊ മൂപ്പറ പറഞ്ഞു, ഞാനൊറ്റക്കല്ലല്ലോ, ഇവിടെ കുറേ ആളുണ്ടല്ല. ഫമാ ഇന്നലി ഖൗമൻ വ അശീറതൻ, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്, കുറച്ച് കൗമിയങ്ങളുണ്ട്, നാട്ടിലെ മൂപ്പനാന്നല്ല പറഞ്ഞത്. ഫമാദാ അഖൂലു, അപ്പൊ ഞാനെന്ത് പറയണം എന്ന് ചോദിച്ചു. ഫഖാല, ഖുൽ അല്ലാഹുമ്മ അസ്തഹ്ദീക ലിയർശദി അംദി വസിദ്നി ഇൽമൻ യൻഫഉനി എന്ന് ദുആ ചെയ്തു എന്ന് പറഞ്ഞു. ദുആ പഠിപ്പിച്ചു കൊടുത്തു. എനിക്ക് ഏറ്റവും റുഷദുള്ള കാര്യത്തിന് ഹിദായത്തിനെ തേടുന്നു, എനിക്കെന്താക്കണം? ഉപകാരപ്രദമായ ഇൽമിനെ വർദ്ധിപ്പിക്കുന്നു ദ്വാരുന്നു. ഫഖാലഹാ ഹുസൈൻ, ഹുസൈൻ അത് പറഞ്ഞലോടുകൂടി ഫലം യക്കും ഹത്ത അസ്ലം, മുസ്ലിമായിട്ടല്ലാതെ എണീച്ചിട്ടില്ല എന്ന് ഇന്ന് പിന്നെ മുസ്ലിമായി. ഫഖാമ ഇലൈഹി ഇമ്രാൻ, അപ്പം മകനുണ്ടല്ലോ ഇമ്രാന് ഇബ്നു ഹൂറ, മകനായിട്ടാണുണ്ടല്ല, മകൻ എണീച്ചിട്ട് ഫഖബ്ബല റഅസഹു, ഉപ്പ മുസ്ലിമായ വകയിൽ എന്താക്കി? അവരെ തലയും ചുംബിച്ച്, വയദൈഹി 2 കൈയും ചുംബിച്ചു, വരിജിലി 2 കാലും ചുംബിച്ചു. ഫലമ്മാ റആ ദാലിക നബിയ്യു സല്ലല്ലാഹു അലൈഹി, ഇത് കണ്ടപ്പോൾ ബക്കാ, തങ്ങൾ കരഞ്ഞുപോയി. ഒന്ന് ഇരുന്നിട്ട് ഒപ്പിക്കപ്പോൾ നമ്മൾ ക്ലാസ്സല്ലേ മുടങ്ങുന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, ബക്കൈതു മിൻ സനീഇ ഇമ്രാൻ, ഇമ്രാൻ ചെയ്ത പണി കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന്. ആദ്യം കാഫറായി വന്നാൽ തീരെ മൈൻഡ് ചെയ്തില്ല. ദഖല ഹുസൈൻ, ബാപ്പയായ ഹുസൈൻ കയറിമെന്ന് വഹുവ കാഫിറുൻ, കാഫറായിട്ട് കയറി വന്നു, മറ്റവർക്ക് സംസാരിക്കാനാ വന്നിരുന്നത്. ഫലം ഞക്കും ഇലൈഹി ഇമ്രാൻ, അന്നേരം ഇമ്രാൻ എണീച്ചിട്ടുമില്ല. വലം നെൽത്തഫിദ നാഹിയത്ത്, അങ്ങനെ ഭാഗം ചിന്തിച്ചിട്ടേ ഇല്ല. സലമ്മ അസലമ, അതാ ഉടനെ എന്താക്കി? മുസ്ലിമായപ്പോൾ ഖലാ ഹക്കഹു, ബാപ്പ കൊടുക്കാനുള്ള ഹക്കെല്ലാം കൊടുത്ത് എന്താക്കി? നെറ്റി തലയും കൈയും കാലൊക്കെ ചുംബിച്ച്. ഫദഖലനി മിൻ ദാലിക റിഖത്തു, ഇത് കണ്ടപ്പോൾ എനിക്ക് കാരുണ്യം വന്നുപോയി എന്ന് പറഞ്ഞു. ഫലമ്മ അറാദ ഹുസൈനുൻ, ഹുസൈനെ ഉദ്ദേശിച്ച യഖ്റുജ, പുറത്തു പോകാൻ കൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ പുറത്ത് കുറേ ആൾ കാത്തിരിക്കുന്നുണ്ടല്ല, ഓരോ കാര്യം നടന്നില്ലല്ലോ.
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി, കൂടെ വന്ന അസ്ഹാബിമാരോട് പറഞ്ഞു, ഖൂമൂ ഫശയ്യിഉ ഇലാ മൻസിലിഹി, ഒന്നിച്ച് പോയിട്ട് എന്താക്കുക, ഓരോ പരക്കേക്ക് എത്തിക്കുക, ഇക്റാമൻ ലഹു, ഓരോ ആദരിച്ചിട്ട് കൊണ്ടുപോകുന്നു. ഫലമ്മാ ഖറജ മിൻ സുദ്ദത്തിൽ ബാബ്, ബാബിന്റെ ഉമ്മറപ്പടി കടന്നതേ ഉള്ളൂ. റാത്തുഹു ഖുറൈശുൻ, ഖുറൈശികൾ മൂപ്പറെ കണ്ടുവെക്കുന്ന അസ്ലമ, അവർ മുസ്ലിമായിട്ടാണ് കണ്ടത്. ഫഖാലു സബ, ഇവർ സംസാരിക്കാൻ വന്ന മതം മാറിയെന്ന്. വതഫറഖു അൻഹു, എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ ഒരു ശൈലി, അപ്പം ന്യായങ്ങൾ കൊടുത്തു. വന്നുറ ഫീ ഉസ്ലൂബി ഹുജ്ജത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ റജുലിൽ ലദീ, ഒരാളോട് ജാഅ യത്ലബു മിൻഹു അൻ യുറഖസ ലഹു ബിസ്സിന, സിനാക്ക് റുഖ്സ കൊടുക്കണം എന്ന് തേടിയിട്ട് ഒരാൾ വന്നു. അതുകൊണ്ട് കമാ ഫീൽ മുസ്നദി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅഹു റജുലുൻ യസ്തഹ്ബിനുഹു ഫി സിന ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചോദിച്ചു, അതറല്ലാ അൻ യസ്നിയൻ നാസു ബി ഉമ്മിക, നിന്റെ ഉമ്മാനോടൊപ്പം സിനാ ചെയ്യുന്ന എനിക്ക് പൊരുത്താണോ? ഫഖാല ലാ, അല്ലാന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അന്നാസു യക്റഹൂന, അത് ജനങ്ങളങ്ങനെ വെറുക്കും. അതറല്ലാ അൻ യസ്നിയൻ നാസു ബി ഉഖ്തിക, ഉഖ്തിനെ കൊണ്ട് സിനാ ചെയ്യുന്ന എനിക്ക് തൃപ്തിയുണ്ടോന്ന്? ഫഖാല ലാ എന്ന് പറഞ്ഞു. ഖാല ഫകദാലിക അന്നാസു യക്റഹൂന. ثم قال أترضى أن يزني الناس بابنتك؟ فقال لا. فكذلك الناس يكرهون. അപ്പോൾ സ്ത്രീകളെല്ലാ ഇനങ്ങളും ഉണ്ട്. ഉമ്മയാകാം, ഖാലത്താകാം, സഹോദരിയാകാം, അങ്ങനെ എല്ലാം ഉണ്ടില്ലേ. അപ്പോൾ നീ ഉദ്ദേശിക്കുന്ന ആൾ ആരെങ്കിലും ആണിപ്പോഴും. ഫഖാല യാ റസൂലല്ലാഹ് ഉശ്ഹിദുക അന്നനി തുബ്തു മിന സിന, അതിനെ തൊട്ട് ഞാൻ തൗബ ചെയ്തിരിക്കുന്നു, തങ്ങളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. അവിടെ തച്ചിട്ടും കുത്തിയിട്ട് എടുക്കടാ പാടിയെന്ന് പറഞ്ഞിട്ട് തച്ച് വായിച്ചുകൊണ്ട് ഇവിടെ കാര്യമില്ല. ഈ ഹുജ്ജത്ത് സ്ഥാപിക്കുന്ന വിഷയത്തിൽ തങ്ങളെ ശൈലിയിലെ ആ ലതാഫത്തൊന്ന് നോക്ക്. മനസ്സുകളത് പതിഞ്ഞല്ലോ. ഇനി സാലിസൻ, മൂന്നാമത്തത് നോക്ക്. ഇന്ന ഹുസ്ന തഗ്ലീഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ആ തഗ്ലീഫ്, അതായത് പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒറ്റ നിമിഷം കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കൽ. ബൈന കൗമിഹി, കൗമിൻ്റെ ഇടയിൽ. അവരാരാണ്? അല്ലദീന കാനു അഷ്താതൻ മുൻഖസിമീന അലാ ബഅലിഹിം, അവർ ചിഹ്നിച്ചെതിരെയാണ്, ഒരു ഐക്യമില്ലാത്ത രീതിയിലാണ്. എന്നിട്ടോ വറഫഅഹുൽ ഖിലാഫ മിൻ ബൈനിഹിം, അവരുടെ നിന്നുള്ള ഖിലാഫ് തങ്ങളെന്താക്കി എടുത്തു മാറ്റി. എന്താ? വഇബ്ആദഹു ഇയ്യാഹും അനിശ് ശഹനാഇ വൽ ബഗ്ളാ, അടിയും തല്ലും യുദ്ധങ്ങളും എന്താക്കി എടുത്തു മാറ്റി. അവിടെയാണ് സംഭവം പറയും. ലാ സിയമാ ഫീ മഹാസിൽ ഇഖ്തിലാഫാത്ത്, ഇഖ്തിലാഫാത്ത് രംഗപ്രവേശനം ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും. വമസാലൽ നസബിയാത്തി വൽ ഖബലിയാത്ത്, കബീല സംബന്ധമായ പിടിവാശി, അതുപോലെ തന്നെ പാർട്ടിയോടുള്ള ഈ പിടിവാശി കിടന്ന സമയത്ത്. ഇന്ന ഹാദാ ലമിൻ അക്ബരി ശവാഹിദി അലാ സഅത്തി അഖ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ബുദ്ധിയുടെ വിശാലതൻ്റെ മേലിൽ ഏറ്റവും വലിയ ഷാഹിദാണ്. വസുമുവി ഫിക്രിഹി, തങ്ങളുടെ ചിന്തയുടെ ഔന്നത്യത്തിനെ കുറിച്ചും അത് പഠിപ്പിച്ചു തരും. വയിലേക്ക് ഹാദിസത്ത്, അത് ഒരു ഹാദിസത്ത് മാത്രം പറയാം. വലഇൽ ഹജറുൽ അസ്വദി ഫൗലിഹി, കാബ പൊളിച്ചെടുത്തിട്ട് ഹജറുൽ അസ്വദ് എടുത്തു വെക്കണം. ഓരോ കബീലക്കാരും പറഞ്ഞ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, കല്ലൊന്നേ ഉള്ളൂ. അവസാനം തീരുമാനിച്ചെന്താണ്? ഇവിടെ നല്ലൊരു യുദ്ധം ഉണ്ടാക്കുക ഹറമിൽ, എന്നിട്ട് ആരാണോ ജയിച്ചത് ഓർക്ക് തന്നെ അധികാരം കൊടുക്കുക. അപ്പോൾ ഹജറുൽ അസ്വദ് വെക്കാൻ യുദ്ധം ചെയ്യേണ്ടതുകൊണ്ട് കാബത്തിന്റെ പരിസരത്താണ് യുദ്ധം ചെയ്യല്. പക്ഷെ അവരുടെ പിടിവാശി അങ്ങനെയാണ്. وتنازع قبائل العرب وتنافس تنازع قبائل العرب وتنافسهم, അവർ ഓരോരുത്തർക്കും എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിവിലി. وتزاحمهم على ذلك حتى هموا ببعضهم, ചിലർ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി. ഫലം യഖ്റുജുഹും മിൻ ദാലിക, ആ കുഴപ്പത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇല്ലാ റഅയുഹു സദീദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അഭിപ്രായമല്ലാതെ. ഹത്താ ഇന്നഹും അസ്ബഹു റാദിൻ, എല്ലാവർക്കും തൃപ്തിയായി. വകാന ദാലിക ഖബല ബിഇസതിഹി, അത് തന്നെ റസൂലാക്കി
മുമ്പാണ്. അപ്പോൾ വലഹൂമിനൽ നംദി ഹംസും വസലാസൂന സന 35 വയസ്സുള്ള കാലത്താണ്. അന്ന് നബിയാണ്, നബിക്ക് വേണ്ടുന്ന യോഗ്യതല്ലുണ്ട്. വദാലിക അന്ന ഖുറൈശൻ, എന്താ സംഭവം, ലമ്മ ജദ്ദദത് ബിനാ അൽ കഅബ, കഅബത്തിന്റെ നിർമ്മാണം പുതുക്കി, തനാസഉ ഫി റഫിൽ ഹജറിൽ അസ്വദ്, എടുത്തു വെക്കാനുള്ള കുഴപ്പമിത്. വതനാഫസു, എല്ലാവരും നമുക്ക് 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 എന്ന് പറഞ്ഞു. റജാഅ അൻ തനാല കുല്ലു ഖബീലത്തിൻ ശറഫ റഫ്ഇഹി വവളിഇഹി ഫി മൗളിഇഹി, അത് ഉയർത്താനും അതിൻ്റെ സ്ഥാനത്ത് വെക്കാനും അതിൻ്റെ ഫളായിൽ ഞമ്മക്ക് കണ്ട് കിട്ടേണ്ടത് എന്ന് എന്തെന്നാക്കി അടികൂടി. വാലുമൽ ഖീലു വൽ ഖാലു ബൈനഹും, അവരുടെ ഇടയിൽ എന്താക്കി തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായി. സുമ്മ ഇന്നഹും ഖാലു നുഹക്കിമു അവ്വല ദാഖിലിൻ മിൻ ബാബി ബനി ഷൈബ, ബാബി ബനു ഷൈബ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ബാബു സലാം, അതിൽ കൂടി ആദ്യം കയറി വരുന്ന ആളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. അവർ തീരുമാനിക്കട്ടെ. നോക്കുമ്പോൾ ഫക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വല മൻ ദഖല മിൻഹു, അതിൽ കൂടി കയറി വന്ന ആദ്യത്തെ ആള് തങ്ങളാണ്. ഫഅഖബറു, ഇവരോട് പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഫഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൗബിൻ, തങ്ങളൊരു വസ്ത്രം കൊണ്ടുവന്നിട്ട് ഫജീഅ ബിഹി, വസ്ത്രം കൊണ്ടുവന്ന് ഫവളഅൽ ഹജറ ഫസ്ത സൗബി, വസ്ത്രത്തിൻ്റെ നടുവിൽ കല്ലെടുത്ത് വെച്ച് തങ്ങൾ. വാമറ കുല്ല ഫഖ്റിൻ മിൻ അഫ്ഹാദിൽ അറബി, അറബികളുടെ അതെല്ലാം കബീലക്കാരുണ്ടോ അവരോടെല്ലാം പറഞ്ഞു എല്ലാവരും തല ഈ തുണിനെ തല പിടിക്കാനും. ആ യഖ്ലൂബി തറഫിൻ മിൻ അസ്തൗബി, ഏതറഫ് ബിജാനിബിൻ, ഓരോരുത്തരും പിടിച്ച് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം. ഫറഫഉഹു കുല്ലുഹും, എല്ലാവരും പൊക്കിയാളായി. ഫലമ്മ അൻഹഹു ഇലാ മഖദിഹി, അത് വെക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവളഅഹു ബിയദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൗളിഇഹി, തങ്ങൾ അടുത്ത് വെച്ചു. അതോടുകൂടി ഫൻദുർ കൈഫ സലക ബിഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തരീഖൽ ഇൻസാഫ്, ഇൻസാഫ് ഒരാൾക്ക് മാത്രം കൊടുത്താൽ അതൊരു അനീതിയാകുമല്ലോ, എല്ലാവർക്കും കിട്ടി. അധികാരി എന്നുള്ള നിലക്ക് തങ്ങൾക്ക് എന്താക്കി വെക്കലും കയറ്റി വെക്കലും. ലിയർഫഅ മിൻ ബൈനിഹിമിൽ ഖിലാഫ്, ഖിലാഫെല്ലാം പോയി തീർന്നു. ഇനി റാബിഅൻ, നാലാമത്തേത് വമിൻ അഅ്ളമി മാ യദുല്ലു അലാ അർജഹിയ്യത്തി അഖ്ലിഹി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ബുദ്ധിയുടെ ഔന്നത്യം അറിയിക്കാൻ, വഫർത്തി ദകാഇഹി, അതുപോലെ തങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യത്തിൻ്റെ അങ്ങേയറ്റം, മവാഖിഫൽ യഖലത്തി മഅൽ മുതസദ്ദീന ലഹു ബിൽ അദാവ, അദാവത്തുമായിട്ട് രംഗപ്രവേശനം ചെയ്ത് അവരോട് നല്ല ബോധപൂർവമാണ് തങ്ങൾ പെരുമാറിയത്. നോക്ക്, വഅഖദുഹു ബി അൻവാഇൽ ഹദരി മിൻഹും, അവരെ ഷർറിനെ തൊട്ട് കാക്കാൻ വേണ്ടിയുള്ള എല്ലാം ഹദർ, സൂക്ഷ്മത. വറദ്ദുഹു മക്റഹും അലൈഹിം, അവരെ ചതി അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. വയൽഹറു ദാലിക ഫിൽ ബഖാഇ മഅഹും, അവരോടൊപ്പം ഉണ്ടായ കുറേ സംഭവങ്ങളിൽ നിന്ന് അത് വെളിവാകും. അപ്പോൾ ഈ നാലാമത്തെ കാര്യത്തിനാണ് മൂപ്പർ എന്താക്കുന്നത്, 1, 2, 3 ഓഹരി വെക്കുന്നത്. വതക്കൻ വനുഖദ്ദിമുലേക്ക് നമാദിജ മൂജസ, ചില ഉദാഹരണങ്ങൾ ചുരുക്കിക്കൊണ്ട് പറയട്ടെ. 1, അഖദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബാബി തഹഫുളി മിൻ മകിരിഹിം വഖദിയതിഹിം, അവരെ ചതിയെ തൊട്ടിട്ട് സ്വയം സംരക്ഷണം നേടലി. കമാ ബറദാൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഖാല ഉതിയ ബി ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. മഖ്ദമഹുൽ മദീന എന്നുവെച്ചാൽ ഹീന ഖദിമൽ മദീന, മദീനയിൽ വന്നപ്പോൾ ഉമ്മയാന്ന് കൂട്ടിക്കൊണ്ടപ്പോൾ വന്നു. ഫഖീല ലഹു, എന്നിട്ടോ തങ്ങളോട് പറഞ്ഞു, ഹാദാ മിൻ ബനിൻ നജ്ജാർ, ഇത് ബനുൻ നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ് അത് സയ്യിദ്. വഖദ് ഖറഅ 17 സൂറ, 17 സൂറത്ത് മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന്. ഫഖറഅതു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചപ്പോൾ ഫഅജബഹു ദാലിക, തങ്ങൾക്ക് വലിയ അതിശയം തോന്നിയത്. ഫഖാല ലി, എന്നോട് പറഞ്ഞു, തഅല്ലം കിതാബ യഹൂദ്, യഹൂദികളുടെ ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിലധികം ഭാഷ പഠിച്ചാൽ നരകത്തിലാന്ന് പറഞ്ഞാലും മുഴിഞ്ഞു. വയ്യ പറയുന്നില്ല എല്ലാ ഭാഷയും പഠിക്കണം. അത് നമ്മളെ കേരളത്തിലുള്ള പിന്തിരിപ്പൻ സ്വഭാവമാണ്. എന്തിനും പിന്തിരിപ്പ്, ഇലക്ട്രിക് ലൈറ്റ് വെച്ചുകൂടാ, ഹയസ്റ്റ് ടൈം വെച്ചുകൂടാ, കറണ്ട് നിർത്തിക്കൂടാ, പണ്ട് നെയ്ത്തിരി കത്തിക്കൽ, പണ്ടും പണ്ട് വെളിച്ചെണ്ണ തിരിയ കത്തിക്കൽ, നിലവിളക്ക കത്തിക്കൽ,
കറണ്ട് കയറ്റിയതിന് മെയിൻ സ്വിച്ചിൽ നിന്ന് വയറ് മുറിക്കാൻ വരെ ആളെ ഒളിഞ്ഞു നിന്നിട്ടില്ല. ഇപ്പം കൂപ്പത്തിൽ മറ്റേ ജമാഅത്തുള്ളിയിൽ മെയിൻ സ്വിച്ച് ഭയങ്കര പെട്ടിയിലാക്കിയിട്ട് വെക്കിയിരുന്നു. അതെ, ഒരു പിതാന്താണ് യഹൂദികളെ ഈ കിതാബത്തഹും വലുകത്തഹും, അവരെ എഴുത്തും പഠിക്കണം, അവരെ ഭാഷയും പഠിക്കണം. ഇതിനാണ് യഹൂദികൾ തങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള കത്തുകളും ഇതെന്തായാലും പറഞ്ഞെന്ന് അറിയണ്ടായി. ഫഇന്നി മാ ആമനുഹും അലാ കിതാബി, എൻ്റെ കിതാബിൻ്റെ മേലിൽ എനിക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. കാല സൈദ് പറയുന്നു ഫഅൽതു, ഞാൻ ഭാഷ പഠിക്കാൻ പോയി. ഫമാമലാലി നിസ്ഫു ഷഹരിൻ, അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഹത്താ ഹദീഖത്തു, ഞാനതിൽ വലിയ നൈപുണ്യം നേടി. ഫകുന്തു അക്തുബു ലഹു ഇലൈഹിം, അപ്പം തങ്ങൾക്ക് വേണ്ടി എന്താക്കും, യഹൂദികളിലേക്ക് കത്തെഴുതൽ ഞാനാണ്. വൈദാ കതബു ഇലൈഹി, അവർ തങ്ങൾക്ക് കത്തയച്ചാൽ ഖറഅതു ലഹു, ഞാൻ തങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യും. വഖാല ഫിൽ ഇസാബത്തിൽ പറയുന്ന അതൊരു കിതാബാണ്, ഫി തംജീദ് സഹാബ, എത്രയോ 10,000 കണക്കിന് സഹാബികളുടെ ചരിത്രം പറയുന്നത്. അസ്കലാനി വറവൈനാഹു ഫി മുസ്നദി അബ്ദി ബിൻ ഹുമൈദ് മിൻ തരീഖി സാബിത്ത് ബിൻ ഉബൈദ് അൻ സയ്യിദ് ബിൻ സാബിത്ത് എന്ന സനദോടുകൂടി പറഞ്ഞു. കാല ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അക്തുബു ഇലാ ഖൗമിൻ, ഞാൻ കൗമിലേക്ക് എഴുത്തേക്കും. ഫഖാഫു അൻ യസീദു ഔ യൻഖസു, അവർ ഏറ്റാനോ കുറക്കാനോ സാധ്യതയുണ്ട്, അതെനിക്ക് പേടിയാണ്. ഭേദഗതി അങ്ങനെയാണല്ലോ. ഫതഅല്ലമി സുരിയാനി, എന്നീ സുരിയാനി ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞു. കാല സയ്യിദ് പറയുന്നു റളിയല്ലാഹു അൻഹു, ഫതഅല്ലംതു ഫീ 17 ദിവസം കൊണ്ട് അത് പഠിച്ചു. വഫീ ഖിതത്തിൽ മുഖരിസി കിതാബത്തു സുരിയാനിയ ഖദീമത്തുൻ, അപ്പോൾ സുരിയാനി ഭാഷൻ്റെ എഴുത്തൊക്കെ പണ്ടേ ഉള്ളതാണ്. ലഹ അസ്ലൻ ഫി സുന്ന, സുന്നത്തിൽ അതിനൊരു അസ്ലുണ്ട്. എന്താണ് തൗറാത്ത് ഇഞ്ചിൻ്റെ എല്ലാം ഭാഷ. ഫഖദ് അഖറജ അബൂബക്കർ അബ്ദുല്ലാഹി ബിൻ അബീ ദാവൂദ ഫീ കിതാബിൽ മസാഹിഫിൽ അൻ സയ്യിദ് ബിൻ സാബിത്തിൻ, പറയാന്നല്ലോ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ തഅ്തീനി കുതുബുൻ, എനിക്ക് പല എഴുത്തും വരാറുണ്ട്. ലാ ഉഹിബ്ബു അൻ യഖറഅഹ കുല്ലു, അത് എല്ലാവരും വായിച്ചാൽ പറ്റുകയും ചെയ്യില്ല. ഫഹൽ തസ്തതിഉ അൻ തഅല്ലമ കിതാബത്തുൽ അബ്റാനി, അബ്റാനി ഭാഷ എനിക്ക് പഠിക്കാൻ കഴിയുമോ സയ്യിദേ എന്ന് ചോദിച്ചു. ഔ കാല സുരിയാനി, അല്ല സുരിയാനി. ഫഖുൽതു നഅം, ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. ഫതഅല്ലംതുഹാ ഫീ 17 ലൈലതൻ, 17 ദിവസം കൊണ്ട് എന്താക്കി പഠിച്ചു, കേസമാക്കി. ഫഖദ അമറ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിൻ സാബിത്തിൻ അൻ യതഅല്ലമൽ അബ്റാനിയ, ഭാഷയും പഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ലിയുകാതിബൽ യഹൂദ ബിലുഗതിഹിം, യഹൂദികൾക്ക് അവരുടെ ഭാഷ ഉപയോഗിച്ച് കത്തെഴുതാൻ. വലിയഅ്മന തലാഉബഹും ഫീ മുകാതബാത്തിൽ നടക്കുന്ന തിരിമറികളും കളിയാക്കലും തമാശയല്ലോ, അതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയും. വലിയ കാര്യതാരിക്ക് അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. വമിൻ തമ്മ ഖീല മൻ തഅല്ലമ ലുഗത ഖൗമിൻ അമിന മക്റഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഒരാൾ ഖൗമിൻ്റെ ഭാഷ പഠിച്ചാൽ അവരുടെ ചതികളെ തൊട്ട് രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്താക്കും, ഭാഷ ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം തിരിമറിയും ഭേദഗതിയാക്കി കളയും. അപ്പം ഇത് ആമായി ലുഗത ഖൗമിൻ എന്ന് ഏത് ഖൗമിനാണ്, ഇംഗ്ലീഷ്, മലയാളം എന്തും അതൊരു കമാലാണ്. ഇനി ഈ 4-മത്തതിലുള്ള 2, ഇർസാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യക്ഷിഫു അൻ അദദിൽ അദുബി വഇദ്ദതിഹി, അദുബിൻ്റെ എണ്ണം എത്രയുണ്ട്, അവർ എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നാക്കണം, ഒന്ന് വെളിവാക്കി കിട്ടണം. വാസാലിബിഹി ഫീ മഅരിഫതി ദാലിക, അത് മനസ്സിലാക്കാൻ പോയി അവിടെ പോയിട്ട് എണ്ണം കഴിയില്ലല്ലോ, അതിൻ്റെ ശൈലി. فقد روى أبو داود الطيالسي رضي الله عنه وابن راهوية وغيرهما أن النبي صلى الله عليه وسلم بعث يوم بدر, ബദറിന്റെ ദിവസം തങ്ങൾ അയച്ചു അലിയൻ റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു വസുബൈറ വസഅദ് ബിൻ മാലിക്, 3 ആള്, അലിയാർ തങ്ങളും സുബൈർ, സഅദ് ബിൻ മാലിക്, ഫീ നഫരിൻ, അങ്ങനെ ഒരു സംഘമായിട്ട് അയച്ചു. ഇലാ മായി ബദർ, ബദറിലുള്ള മായിലേക്ക് അയച്ചു.
എന്തിനാണ്? യൽതമിസൂന ലഹുൽ ഖബർ അനിൽ അദുബി, ശത്രുക്കളുടെ വാർത്തകളെ പറ്റി അറിയണം. അതിന് വേണ്ടി എന്താക്കണം? ഇവിടെ ഒരുക്കം ചെയ്യണം. അദദഹും വഉദ്ദതഹും, അവർ എണ്ണം തിരിയണം, അവർ എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. ഫഅസ്വാബു റാവിയതൻ ലിഖുറൈശിൻ ഫീഹാ ഗുലാം, ഖുറൈശികളുടെ വെള്ളം എടുക്കുന്ന ഒരു സംഘത്തിന് കണ്ടുമുട്ടി. അതിലൊരു ഗുലാം ഉണ്ടായിരുന്നു. ഗുലാം എന്നർത്ഥം അബ്ദും മംലൂക്ക് ലി ബനിൽ ഹജ്ജാജ്, ബനുൽ ഹജ്ജാജിനുള്ള ഒരു അബ്ദും മംലൂക്ക്, അതാ ഗുലാം. വ ഗുലാമുൻ ലി ബനിൽ ആസിന്റെ മറ്റൊരു ഗുലാം, രണ്ടാളയില്ലേ. ഫജഅലു, ഇവരായി യസ്അലൂനഹുമാ, അവർ രണ്ടാളും അവരോട് ചോദിക്കും, അന്നദദിൽ ഖൗമിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ സംഘം എത്രയുണ്ടെന്ന് ഈ പോയ മൂന്നാള് ചോദിച്ചു. ഫതഫിഖാ യഖൂലാനി, രണ്ടാളും പറയുന്നു അല്ലദദു കസീറുൻ, ധാരാളം ആളുണ്ട് എന്ന് പറഞ്ഞു. ഫഅതൗ ബിഹിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടാണ്. അപ്പൊ തങ്ങൾ ചോദ്യം മാറ്റുന്നു, ഇവർ ഈ ബാക്കിന്ന് കിട്ടൂല. പണ്ട് തളിപ്പറമ്പിൽ ഔല മുലാർക്കാനെ പറ്റി പറഞ്ഞ വലിയൊരു മുലാർക്കാന്ന് ഇത്ര ഉള്ള താടിയലുണ്ടായിരുന്നാണ് ആകെ ചരിത്രം കിട്ടിയത്. മക്കളും പുയ്യാപ്പിളാറിന് ജീവിച്ചിരിപ്പുണ്ട്. വലിയൊരു മുലാർക്കാണ് നല്ല താടിയിലുണ്ടായിരുന്നെന്ന് അവൻ അധികം പറഞ്ഞില്ല. അത് അക്കച്ചാദ്യം മറുപടി ചെയ്തു. ഇന്നലെ എന്താ വയന്ന് പറഞ്ഞത്? നല്ല എല്ലാം പറഞ്ഞിരിപ്പാന്ന് പറഞ്ഞു. എന്നാലും സ്കാര നോമ്പ എന്നാ നല്ല നല്ല പഠിക്കാൻ പറ്റിയാലും പറഞ്ഞു. വിഷയമൊന്നും അറിയില്ല. ബഹുബ യുസല്ലി, തങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. ഫലമ്മ സല്ലമ, അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം കാല അഹ്മിറ അൻ ഖുറൈശ്, ഖുറൈശികളെ പറ്റി അഹ്മിറാനി, നിങ്ങൾ രണ്ടാളും എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞു. ഫഖാല, അവർ രണ്ടാളും പറഞ്ഞു, ഹും വറാഅ ഹാദൽ കസീബി, ഈ മണൽ കൊമ്പാരത്തിന്റെ അപ്പുറമുണ്ടെന്ന്. അല്ലദീ തറാഹു ബിൽ ഉദ്വത്തിൽ ഖുസ്വ, ഇതെന്തും ബിൽ ഉദ്വത്തിൽ ദുനിയാഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ എന്ന് പറഞ്ഞില്ല, അതിന് രണ്ട് തറഫ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കമിൽ ഖൗമു, ഖൗം എത്ര ഉണ്ട് എന്ന്. ഫഖാല, അവർ പറഞ്ഞ കസീർ, എന്നാൽ എണ്ണം പറഞ്ഞില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ഉദ്ദത്തും, അവർ എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ഖാല, രണ്ടാളും പറഞ്ഞു, മാനദി, നമുക്ക് അറിഞ്ഞൂടാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കം യൻഹറൂന, എത്രയാണ് അറുക്കാറുള്ളത്, മിനൽ ഇബിലി, ഒട്ടകത്തിന, കുല്ല യൗമിൻ, എല്ലാ ദിവസത്തിലും. ഫഖാല, രണ്ടാളും പറഞ്ഞു, യൗമൻ തിസ്അൻ, ഒരു ദിവസം 9 അറുക്കും, യൗമൻ നസ്അൻ, മറ്റൊരു ദിവസം 10 അറുക്കും. അപ്പോൾ ഒരൊട്ടകത്തിനെ തിന്നാൻ എത്ര അളവ് വേണം തങ്ങൾ എന്താക്കി ഗുണിച്ചെടുത്ത്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിമാരോട് പറഞ്ഞു, അൽ ഖൗമു അൽ അദുബ് മാ ബൈന 900 വൽ അലിഫി, അപ്പോൾ 900-ന്റെയും 1000-ന്റെയും ഇടയിൽ സംഖ്യ ഉണ്ടാകുമെന്ന്. ഒരൊട്ടകത്തിന് എത്ര പേർക്ക് മതിയാവും? മംഗളത്തിന് ചോറ് വെക്കുമ്പോലെ. വക്കാനല്ല മൃഗാലിക്ക് എണ്ണി നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉള്ളത്. ഇനി ഇർസാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യക്ഷിഫു ലഹു അൻ ഖബലിൽ അഅദാ, അഅദാക്കളുടെ വാർത്തകൾ അറിയണം. അതങ്ങനെ മിൻ തരീഖിൻ ഖഫിയിൽ ഹാലി വൽ ഖാൽ, ഹാലും മറ്റുള്ളവർ അറിയരുത്, സംസാരവും അറിയരുത്, ആ രൂപത്തിൽ. അതാ ഇത് മുമ്പ് വെറുതെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു ഇബാറത്തിൽ ചെറിയൊരു കുടുക്കം വന്നിട്ടുണ്ട്, അതെല്ലാം ശരിയാക്കി മറ്റുള്ള സ്ഥിര കിതാബൊക്കെ. വമിൻ ദാലിക ഇർസാലുഹു ഹുദൈഫത റളിയല്ലാഹു അൻഹു അയച്ച് യൗമൽ അഹ്സാബ്, ഖന്തഖ് യുദ്ധത്തിന്. ദാ വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഹുദൈഫ ഇദ്ഹബ്, ഹുദൈഫ നീ പോണം. ഫദ്ഖുൽ ഫിൽ ഖൗം, ആ ശത്രുപക്ഷത്തേക്ക് കടക്കണം. ഫൻദുർ മാദാ യഫ്അലൂൻ, അവർ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നോക്ക്. വലാ തുഹദ്ദിസ് ഷൈഅൻ, നീ ഒന്നോടെ പ്രവർത്തിക്കാൻ പാടില്ല, ഒന്നും പറയാനോ അതാക്കാനോ ഒന്നും പാടില്ല. ഹത്താ തഅ്തിയന, തിരിച്ച് ഇവിടെ വരുന്നത് വരെ. വഫീ റിവായത്തിൻ ഇദ്ഹബ് ഫഅ്തിനി ബിഖബരിൽ ഖൗമി, ആ അൽ ഖൗമിന്റെ ഖബർ കൊണ്ടുവാ. ഫലാ തുഹദ്ദിസ് ഷൈഅൻ ഹത്താ തഅ്തിയനി, തിരിച്ചു വരുന്നവരൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും പാടില്ല. അപ്പൊ ആ രീതിയിലാണ് ഹുദൈഫനെ അയച്ചിട്ട് സംഗതി എല്ലാം ചുറ്റിയറിഞ്ഞു. ഇനി 4 ഇർസാല്, അപ്പൊ ചുരുക്കിക്കളഞ്ഞ് അത് ഖന്തഖ് യുദ്ധത്തിലേക്ക് ഇഷ്ടം വയ്ക്കുമ്പോൾ മനസ്സിലാക്കണം.
ഇർസാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുഹബ്ബിറു ബൈന സുഫൂഫി അഅദാഇഹി. ആയതാക്കളെ അണികളുടെ ഇടയിൽ എന്താക്കണം? വിഭജിക്കണം. അതായത് കൂട്ടായ്മ ഇല്ലാണ്ടാക്കാം. എന്തുകൊണ്ട്? ഒരു രക്തച്ചൊരിച്ചിലും ഒരു കുഴപ്പം അങ്ങനെ ഉണ്ടാവുമല്ല. പോയി കിട്ടിയില്ലേ? മുഖാദഅത്തൻ ലഹും, അവർക്കൊരു തന്ത്രം പ്രയോഗിച്ചതാണ്. എന്നിട്ടോ അതിന് പറ്റുന്ന ആളെയും തിരഞ്ഞെടുക്കണം. ഇഖ്തിയാറുഹു റജുലൽ മുനാസിബ, അതിന് അനുയോജ്യനായ ആളെയും കൊണ്ടുവരണം. എന്താണ്? അലിയ ഇതദഖല ബൈനൽ അദുബി, അദുബിൻ്റെ ഇടയിൽ പ്രവേശിച്ചിട്ട് യഖ്ദഅഹും വയുഫദ്ദിഖു ശംഅഹും, നല്ല തന്ത്രപരമായിട്ട് അവരെ വിട്ടുപിരിക്കാൻ. വമിൻ ദാലിക, അതിൽപ്പെട്ടാണ് മാ ഫഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ അഹ്സാബിൻ്റെ ദിവസത്തിൽ. അഹ്സാബ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 കക്ഷിയാണ് ഉണ്ടായിരുന്നു. ഒന്ന് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികൾ, അബൂ സുഫിയാനും പാർട്ടിയും. അബൂ ജഹൽ പിന്നെ ബദറിൽ കുഴിച്ചിട്ടല്ല, പിന്നെ അബൂ സുഫിയാനല്ലേ. അബൂ സുഫിയാനും പാർട്ടി ഖുറൈശികൾ. അവർക്ക് പോരാത്തെണ്ണത്താക്കി ഖത്ഫാനിലേക്ക് പോയിട്ട് ഓരെയും കൂട്ടി. അതൊരു കബീല. ഇവിടുന്ന് ഉള്ളിലുണ്ടായ ബനോ ഖുറൈളക്കാർ മദീനൻ്റെ ഉള്ളിലുണ്ട്, ഓറും കൂടും ജൂതന്മാർ. പിന്നെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് അവരുടെ ശാഖകൾ, ശാഖോപശാഖ എല്ലാം കൂടിയപ്പം അഹ്സാബായി വലിയൊരു സംഘം. അതാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് തീരെ തിരിയൂല. അത് അതാഹു നുഐം ബിൻ മസ്ഊദ് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു വന്നു. മൂപ്പർ അതാ ഖത്ഫാനിന്റെ ആളാണ്, ഓറ് ഖത്ഫാനിൽപ്പെട്ട ആളാണ്. ഓറ് വന്നിട്ട് ഫഖാല ഇന്നി അസ്ലംതു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞു. വഇന്ന ഖൗമി ലം യഅലമു ബി ഇസ്ലാമി, ഞാൻ മുസ്ലിമായത് കൗമൊന്നും അറിയൂല. അതുകൊണ്ട് ഫമുർനി ബിമാ ശൈത, ഞാൻ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നോട് കൽപ്പിക്കുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അൻത ഫീനാ റജുലുൻ വാഹിദുൻ, ഒറ്റയ്ക്ക് ഇത്രയും ഈ സംഘടിതമായ ആളുടെ ഒറ്റയ്ക്ക് എന്ത് പ്രവർത്തിക്കാനാണ്? നീ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് ഫഹദിൽ എന്ന ഇനിഷത്തായിട്ട് ആ കൂറ് പിരിച്ചെന്ന് പറഞ്ഞു. അതിനെ പറ്റുന്ന ആളെയാന്ന് നോക്കുന്നു. ഫൈനൽ ഹർബ ഖുദ്അത്തുൻ, യുദ്ധം എന്നുള്ളത് ഒരു തന്ത്രമാണ്. അതിന് ചില തന്ത്രങ്ങളുണ്ട്. ഫദ്ഹബ്, അവിടെ ചതിയെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അന്നേരം വേറെ ട്യൂഷൻ കഴിഞ്ഞാൽ അർത്ഥം കൊടുക്കും. ഓരോന്നിനും അതിനായ തന്ത്രമുണ്ട്. ഫദ്ഹബ് ഫശത്തത് ജുമൂഅൽ അദുബി, അദുബിന്റെ സംഘം നീ എന്താക്കുക? ചിഹ്ന ഭിന്നമാക്കി വാൽക്കി ബൈനഹും, അവരുടെ എന്താക്കണം? വിധഹായിക്ക് നിന്റെ ബുദ്ധി സാമർത്ഥ്യം ഉപയോഗിച്ചിട്ട് പിരിച്ചെന്ന് പറഞ്ഞു. ഫഖറജ, അങ്ങനെ മൂപ്പരടന്ന് പോയില്ലേ. എവിടത്തേക്ക്? ഹത്താ ബനീ ഖുറൈളയിലേക്കാണ് പോയത്. വഹും ത്വായിഫത്തും മിനൽ യഹൂദികളിൽപ്പെട്ട മദീനത്തുള്ള തായിഫത്ത്. വകാന ലഹും നദീമൻ, ഈ മസ്ഊദ് അല്ല അബു നുഐം പഴയ കാലത്ത് ഇവരെ വലിയ കൂട്ടുകാരാണ്. അല്ല ബനൂ ഖുറൈളല്ലേ. ഫഖാല, അവരോട് പറഞ്ഞ് ഖദ് അറഫ്തും ബുദ്ധി ഇയ്യാക്കും, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ പണ്ടേ എന്നെ പറ്റി അറിയാല. ഇസ്ലാം അടവൽപ്പിച്ച് വെച്ച്. വഖാസത മാ ബൈനി വബൈനക്കും, എന്റെയും നിങ്ങളുടെ പ്രത്യേക ബന്ധങ്ങളും നിങ്ങൾക്ക് അറിയാലോ. ആ വർത്താനത്തിന്റെ ശൈലി നോക്കറ. ഖാലു സദഖത, നമ്മളെ ദഹലാനെ കൊടുത്ത് അവർക്ക് വലിയ സ്വീകരണ പരിപാടി ഉണ്ടാക്കിയെന്ന്. നുഐം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വീകരണ പരിപാടി ഉണ്ടാക്കി, ചായയും സൽക്കാരങ്ങളും പറഞ്ഞു. ഞാൻ ഇത് തിന്നാനും കുടിക്കാനും വേണ്ടി വന്നതല്ല, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം ഒന്നറിയാനാണ്. അത് ഈ ചായയും കടിയെല്ലാം പിന്നെ വലിയാക്കാം. അത് ദഹലാനിലുണ്ട്, വിശാലം 2 പേജാ പറഞ്ഞു. ഇത് മൂപ്പർ അങ്ങനെ തന്നെ ചുരുക്കിക്കളഞ്ഞു. ആരാന്ന്? സദഖത, ആര്? ബനൂ ഖുറൈള പറഞ്ഞു. നീ പറഞ്ഞ് ലസ്ത ഇൻദനാ ബിമുത്തഹം, നിങ്ങൾ എന്താ പറഞ്ഞാലും നമുക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല, നിങ്ങളെ വിശ്വസിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഫഖാല ലഹും, അവരോട് പറഞ്ഞെന്താ? ഇന്ന ഖുറൈശൻ വ ഖത്ഫാന, മറുവശത്താരണ്ടേത്? ഖുറൈശികളും ഖത്ഫാനും ഇല്ലേ, അവര് ലൈസൂ കഅൻതും, നിങ്ങളെ പോലെയല്ല. ഇത് നിങ്ങളെ സ്വന്തം നാടാണ്. നിങ്ങൾക്ക് ഇവിടെ വിട്ടിട്ട് നിങ്ങളെ സ്വത്തും കുടുംബത്തിനും ചാടി ചേടിയും പോകാൻ കഴിയൂല. മറ്റവർ എന്താക്കുക? തോക്കും ഓടിക്കളയാം. അവിടെ വളരെ ചിന്തിച്ചിട്ട് വെള്ളക്കണം എന്ന് പറഞ്ഞു. അത് കാന്തുന്ന മിസലക്കും അൽ ബലതു ബലതൊക്കും, ഈ നാട് നിങ്ങളെ സ്വന്തം നാടാണ്. ബിഹി അംബാലുക്കും, കണ്ടാ അവരിൽ ഈ നാട്ടിലാണ് നിങ്ങളെ സ്വത്ത്, വാബിനാക്കും മക്കളും നിസാക്കും പെണ്ണുങ്ങളെല്ലാം ഉള്ളത്. ലാ തഖ്ദിറൂന അൻ തതഹവ്വലൂ മിൻഹു ഇലാ ഗൈരി, ഇവിടുന്ന് ഇതെല്ലാം ചാടിയിട്ട് ഇങ്ങനെ എവിടെയും പോകാൻ കഴിയൂല. ചെയ്യുന്നുണ്ടപ്പം ഇഷ്ടം
വഇന്നഹും ജാഊ ലിഹർബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി തങ്ങളോട് മസ്ഹാബിമാരോട് യുദ്ധം ചെയ്യാൻ പുറനാട്ടിൽ നിന്ന് അവർ വന്നു അല്ലേ. വഖദ് ലാഹറത്തുമൂഹും അലൈഹിം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മസ്ഹാബിമാർക്കും എതിരെ നിങ്ങൾ എന്താക്കി ഖുറൈശിയും ഖത്ഫാനിയും സഹകരിച്ചു അല്ലേ. നിങ്ങളെ വാർത്ത തോൽവി വന്നെങ്കിൽ നിങ്ങൾ എവിടെ പോകാന്ന് ചോദിച്ചു. വബലദുഹും വഅംവാലുഹും വനിസാഹും ബിഗൈരിഹി അവരുടെ നാട് ഖത്ഫാന്റെയും ഖുറൈശികളെയും അവരുടെ നാടും സമ്പത്തും എല്ലാം വേറെ നാട്ടിലായി ബിഗൈരി ബലദിക്കും വേറെ നാട്ടിലാണല്ലോ ഉള്ളത്. യുദ്ധത്തിൽ എന്തെങ്കിലും അവർക്ക് കിട്ടിയെങ്കിൽ ചാൻസ് കിട്ടിയെങ്കിൽ അത് തട്ടിയെടുക്കും. വൈകാന കൈതകാലയ്ക്ക് തോൽവിയാണ് സമ്മതിച്ചതെങ്കിൽ ലഹിക്കോ ബിബിലാദി ഓറന്താ ഓടി രക്ഷപ്പെടും. ഓടി രക്ഷപ്പെട്ടിട്ട് ഓട് തടിസലാമത്താക്കും. എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഓരൊക്കെ സഹകരിച്ചത്? അന്നേരം ഇവർക്ക് ബോധം വരുന്നു. വഖല്ലു ബൈനകും വബൈനഹു മുഹമ്മദിൻ വഅസ്ഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അവരുടെ ഇടയിൽ നിങ്ങൾ ഒറ്റക്കാകും. ഈ ബലദിക്ക് നാട്ടിൽ വലാ താഖത ലക്കും ബിഹി അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല ഇൻ ഖലാബിക്കും കുഞ്ഞു ഭയങ്കര. അതുകൊണ്ട് എന്താക്കണം? ഫലാ തുഖാതിലു മഅഹും അവരോട് ഒപ്പം കൂടി യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ വാക്ക് നടന്നല്ലോ. അതിനെന്താ ചെയ്യണം? നിങ്ങളൊരു ഉപാധി വെക്കുക. ഖുറൈശിന് ഖത്ഫാന്റെ നല്ല ധീര യോദ്ധാക്കന്മാരായ 70 ആളം താങ്കൾ ഇവിടെ പണയം വെക്കണം. എന്തിനാണ്? നിങ്ങൾ ഓടിപ്പോയി എവരെ വേഗപ്പെടുത്താല. അതായി പറയുന്നു. ഫലാ തുഖാതിലു ഹത്താ തഅഖുദൂ മിൻഹും റഹനം മിൻ അശ്റാഫിഹിം ഈ ഖുറൈശികളെയും ഖത്ഫാന്റെയും കൂട്ടത്തിൽ നിന്ന് അശ്റാഫായ ആളുകൾ എന്താക്കണം? പണയമായിട്ടിടെ വെക്കണം. യകൂനൂന ബി ഐദീകും ഫിഖത്തൻ ലക്കും നിങ്ങൾക്ക് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങളെ കസ്റ്റഡിയിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അല അൻ തുഖാതിലു മഅഹും മുഹമ്മദൻ ഹത്താ തുനാജിസുഹു എന്നിട്ട് അവരെ കൂടിയിട്ട് നബിയോട് നമുക്ക് ചോദിച്ചു യുദ്ധം ചെയ്യാലോ ഇതിനുള്ളിൽ വെച്ചിട്ട് എന്നാ പറഞ്ഞു. ഫഖാലു അപ്പോൾ അവർക്കൊന്ന് തിരിഞ്ഞ് നുഐമിനോട് പറഞ്ഞു ലഖദ് അശർത ബിർറഈ നല്ലൊരു അഭിപ്രായം തരോ നീ പറഞ്ഞത്. പക്ഷെ ആരും അറിയല്ലേ എന്നും പറഞ്ഞു. സുമ്മ അതാ നുഐം ബിൻ മസൂദ് അവിടെ പോയി ഖുറൈശികളിലേക്ക് പോയി. ഫഖാലി അബീ സുഫിയാനിയും അമ്മമാഹനെ വിളിച്ചിട്ട് പറഞ്ഞു കത് അറഫ്തും ബുദ്ധിയിലക്കും ഞാൻ നിങ്ങളെ വലിയ ചങ്ങായിയാണ്. വഫിറാഖി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി തങ്ങളെ സഹാബിയാന്ന്. പക്ഷെ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്കറിയാലോ. വൈന്നഹു ഖദ് ബലഗനി അംറുൻ ഒരു കാര്യം എത്തിയിട്ടുണ്ട്. റഅയ്തു അലയ്യ ഹഖൻ അൻ ഉബല്ലഗുകും അത് നിങ്ങളോട് പറഞ്ഞു തരുത്ത ഒരു ഹക്കാണ്. മിന നുസ്ഹല്ലക്കും അതുകൊണ്ട് ഫക്തുമൂഹു അന്യത് മറച്ചു വെക്കണേ. ഖാലൂ നഫ്അലു എന്താണ്? ഫഖാല നുഐം പറഞ്ഞു ഇന്ന യഹൂദ നദിമു അലാ മാ സനഉ യഹൂദികൾക്ക് ഖേദം വന്നിട്ടുണ്ട് നിങ്ങളെ കൂടെ കൂടിയത്. എന്നിട്ടോ വാർസലു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പോയി ഇന്നാ ഖദ് നബിന്നാ അലാ മാ ഫഅൽനാ നമ്മളെന്താക്കി? ഖുറൈശിനോടും ഖത്ഫാനോടും സഹകരിച്ചത് തെറ്റായി പോയത് തങ്ങളോട് മാപ്പ് പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ ആ യുർദീക മിൻ അശ്റാഫി ഖുറൈശിൻ വ ഖത്ഫാന റിജാലൻ ഖുറൈശികളിൽ നിന്നും ഖത്ഫാനിൽ നിന്നും കുറേ നേതാക്കന്മാരെ പിടിക്കുക. എന്നിട്ടോ നളരിബു അനാഖഹും അവരെ കൊല്ലും. സുമ്മ നകൂനു മഅക പിന്നെ നമ്മളെന്താക്കും? തങ്ങളുടെ കൂടെ കൂടിയിട്ട് ചങ്ങായിയായിട്ട് അലാമൻ ബഖിയ മിന്നും ഹത്താ നസ്തഗ്സിലഹു അവരെ മുഴുവനും വേരോടെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ തങ്ങളോടൊപ്പം കൂടാന്ന് പറഞ്ഞു. തങ്ങളാണല്ലോ ഈ 3 കക്ഷിൻ്റെയും മറുപക്ഷം. ചുരുക്കത്തിൽ ബനോ കുറയുള്ളക്കാർ തങ്ങളെ ഭാഗത്ത് കൂടിയിട്ടുണ്ട് സംഗതി ഞാൻ. അപ്പൊ അർസല ഇലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നഅം തങ്ങൾ സമ്മതം കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞു. കാല നുഐം പറഞ്ഞു ഫൈം ബഅസത്തിലേക്കും യഹൂദ അപ്പൊ യഹൂദികൾ എന്താക്കുന്നറിയോ? യൽതമിസൂന മിൻകും റഹിനൻ പണയം ചോദിക്കും. 70 ആളെ പണയം വെക്കണമെന്ന് പറഞ്ഞു റഹിനായിട്ട്. അതുകൊണ്ട് ഫലാ തദ്ഫഉ ഇലൈഹിം റജുലൻ ഒരാളെ പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ സുമ്മ ഇന്ന നുഐമൻ അതാ ഖത്ഫാൻ അവർ ഖത്ഫാൻ ആളാന്നല്ലോ. ഖത്ഫാനിലേക്ക് പോയിട്ട് വെക്കാൽ എന്നക്കും അസ്ലീവ അശീറത്തി നിങ്ങളെൻ്റെ തറവാട്ടുകാരും എൻ്റെ അസ്ലുമാണ്. വഹബുൻ നാസി ഇലയ്യ നിങ്ങളൊക്കെയുള്ള പ്രിയപ്പെട്ട ഒരാളാണ്.
വല അറാക്കും തത്തഹിമൂനനി, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ബൽ അന മുസദ്ദഖുൻ ഇൻദക്കും, മുസദ്ദഖും നിങ്ങളെടുക്കൽ ഞാൻ വളരെ വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ്. സദഖത വമാ അൻത അൻദനാ ബിമുത്തഹമി, നമ്മളെടുക്കൽ സംശയിക്കപ്പെടുന്ന ആളല്ല. കാല അതിൽ മുഖദ്ദിമാത്തം ശരിയാക്കി. നുഐമ പറഞ്ഞു ഫക്തുമു എന്നെ, ഞാനൊരു കാര്യം പറയും അത് മറച്ചു വെക്കണം കേട്ടാ. കാല നഫ്അലു ഫഖാല ലഹും മിസ്ല മാ ഖാല ലിഖുറൈശ്, അപ്പോൾ ഖുറൈശികളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 70 ആളെ കൊടുക്കാൻ പാടില്ല. വകാന മിൻ സുന്നില്ലാഹി ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഒരു ലുത്ഫാണ് എന്നു അന്ന അബാ സുഫിയാൻ വറൂസ ഖത്ഫാൻ, അബൂ സുഫിയാന് ഖുറൈശികളെ തലവൻ, അതുപോലെ ഖത്ഫാൻ കബീലക്കാർ നേതാക്കന്മാരും അർസലുവില യഹൂദമിൻ ബനി ഖുറൈള, ബനു ഖുറൈളയിലേക്ക് അയച്ചു. എന്താ നിങ്ങളെന്താ രംഗത്തിറങ്ങാത്ത? ഇവിടെ കുറെ കാത്തിരിക്കാനൊന്നും കഴിയൂല, ഇന്ന് തന്നെ തുടങ്ങണം. ആരെയാ അയച്ചത്? ഇക്രിമത്ത. ഇക്രിമത്തിന് അയച്ച ഫീ നഫരിമിനൽ കബീലത്തെ, 2 കബീലയിലുള്ള കുറെ കൂട്ടരുണ്ട്. അതാ ഒന്ന് ഖുറൈശി, ഖത്ഫാൻ. എന്താ അവരോട് പോയി പറയാം, ഇന്ന ലസ്നാ ബിദാരി മുഖാമി, നമുക്ക് താമസിക്കാനുള്ള നാട്ടിലല്ല നമ്മൾ ഇപ്പോൾ ഉള്ളത്, അന്യ നാട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങാത്ത കാലത്തോടെ നമുക്ക് ഇവിടെ ആവൂല. നിങ്ങൾ വനക്കുറൽ ഓരോ സ്വന്തം നാടായിട്ടല്ല ഇപ്പം നിൽക്കുന്നത്. വഖദ് ഹലക്കൽ ഖുഫ് വൽ ഹാഫിർ, ഖുഫ് എന്ന് വെച്ചാൽ ഒട്ടകങ്ങൾ, ഹാഫിർ എന്ന് പറഞ്ഞാൽ കുതിര, അതാണ് ഇബിലി വൽ ഖൈൽ, അതൊക്കെ ഹലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാത്തിരുന്നിട്ട്. ഫഖദൂലിൽ ഖിതാൽ, നാളെ തന്നെ രാവിലെ ഖിതാലിന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഹത്താ നുനാജിസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഫ്റഖ മിമ്മാ ബൈനനാ വബൈനഹു, എന്താ തങ്ങൾ ഇവിടുന്ന് ഏതോടെ കളയുക, എന്നിട്ട് നമ്മളുണ്ടെങ്കിൽ തർക്കെല്ലാം തീർന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഫാർസലു, അതായത് യഹൂദ് ബനി ഖുറൈള അയച്ചയിലേയും നമുക്ക് നാളെ തന്നെ ഒരുങ്ങാനാവൂല. ഇതാ ഖുറൈശ് ഖത്ഫാനിലേക്ക്, ഇന്നൽ യൗമ യൗമുസ്സബ്ത്, ശനിയാഴ്ച ദിവസമാണ്. ഇപ്പൊ തലേന്നല്ല അയക്കുന്നത്, നാളെ രാവിലെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ലാ നഅമലു ഫീഹി ഷൈഅൻ, അന്നൊരു പണിയെടുത്തൂടാ. എന്തുകൊണ്ട്? വകാന ഖദ് ഹദസ ഫീഹി ഫിസ്സബ്തി ബഅദുനാ ഹദസൻ, പൂർവ്വകാലത്ത് ശനിയാഴ്ച മീനെ പിടിക്കാൻ പോയ സംഭവം അറിയുന്നു, ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഫാസാബഹു, അവർക്ക് കിട്ടി. മാലം യഖ്ഫ അലൈക്കും, നിങ്ങൾക്കത് പറഞ്ഞറിയിക്കേണ്ടില്ലല്ലോ. ഐ മുസ്ലിഹു, കൊലമറിച്ച്. അതുകൊണ്ട് വലസ്നാബി മുഖാത്തിലീന മാക്കം ഹത്താ തുഹത്തൂനാ മിർജാലികനി, ഇതൊരു സംഗതി. നാളെ ശനിയാഴ്ച ആയി പോയത് തടസ്സം. ഇനിയൊന്ന്, നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യൂല, നിങ്ങളെ റിജാലിൽ നിന്ന് എന്താക്കണം 70 ആളാണ്. 70 ആളെന്ന് എല്ലാ കിതാബിലും വേറെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. റഹീഖുൽ മഖ്തൂമിലുണ്ട്, ഹാദുൽ ഹബീബിലുണ്ട്, ദഹ്ലാനിലുണ്ട്, എല്ലാം നമ്മൾ വരുന്നത് ഈ വിസ ശരിയാക്കാൻ. യകൂനൂന ബിഐദീനാ സിഖത്തൻ ലനാ ഹത്താ നുജാസിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പടപൊരുത്താൻ വേണ്ടി സിഖത്തായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പണയം വെക്കണം. അതുകൊണ്ട് ഫഇന്നാ നഖ്ശാ ഇൻ ഇസ്തദ്ദ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം കഠിനമായാൽ അൻ തർജു ഇലാ ബിലാദിക്കും, നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ രക്ഷപ്പെടും. നമ്മളിവിടെ ഒറ്റക്കാക്കി തിരിയുന്നുണ്ടല്ല. മക്കായു വമാഹുലിഹിൽ, മക്ക അടുത്തേക്ക് ഖുറൈശികളിലേക്ക്, വമാഹുലഹല ഖത്ഫാനും തത്റുഖൂന വർറജുല, ആ റജുലാനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങളെ കൈയൊഴിച്ചാൽ ഫലാ താഖത ലനാ ബി, നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയൂല. ഫഖാലത്ത് ഖുറൈശും ഖത്ഫാൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ ഇന്നലെ നുഐമ വന്നിട്ട് പറഞ്ഞത്. നഈം വല്ലാഹി ഇന്നല്ലദീ ഹദ്ദസകും നഈം ബിഹി ലഹഖുൻ, നുഐമ നിങ്ങളോട് പറഞ്ഞത് ഹക്ക് തന്നെയല്ലേ. ഫാറസുല ബനി ഖുറൈള ഇന്ന വല്ലാഹി, അവിടെയാണ് ഇബാറത്തിന് വ്യത്യാസം. ഈ വാക്ക് കേട്ടാൽ തോന്നുന്നു ബനു ഖുറൈളയിലേക്ക് പറഞ്ഞയച്ച് ഇന്ന വല്ലാഹി ലാ നുഖാതിലുമാക്കും തോന്നിപ്പോകും. ഇവിടെ പണയം ചോദിക്കുന്ന ബനു ഖുറൈളക്കാരല്ലേ ഖുറൈശികളോട് ചോദിക്കുന്നത്. ഈ ഇബാറത്ത് വായിച്ചെന്താ കിട്ടുക? വായിച്ചിറക്കിയാൽ പോലാണ് നമുക്ക് സംഗതി എന്താണെന്നറിയണ്ടേ. ബനു ഖുറൈളയിലേക്ക് അയച്ച് ആര്? ഖുറൈശികളും ഖത്ഫാനും അയച്ച് ഇന്നാ വല്ലാഹി ലാ നുഖാതിലു മഅകും ഹത്താ തുഅതൂനാ റഹിനാൻ, പണയം തരാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇല്ലാന്ന്. ഖുറൈശികളല്ലല്ലോ പണയത്തിന് ചോദിക്കും. ഖുറൈശികളെയും ഖത്ഫാന്റെ പക്കന്ന് ബനു ഖുറൈളയല്ലേ പണയം ചോദിക്കുന്നു.
അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ കുടിക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കിതാബ് വരുത്തേണ്ടി വന്നത്. അപ്പൊ ഈ ഖുറൈശികളും ഗത്ഫാനും പറഞ്ഞ മറുപടിയാണിത്. എന്ത് പണയം തരൂല. ആ ഭാഷയിലേക്ക് ഈ ഇബാറത്ത് എത്തുന്നില്ല. നോക്കി വായിച്ചു നോക്കി. ഫഖാലത്ത് ഖുറൈശും വഗത്ഫാൻ, ഖുറൈശികളും ഗത്ഫാനും പറഞ്ഞു. ആരോടാ പറയുന്നത്? ബനു ഖുറൈശിലേക്ക് അയച്ച് വല്ലാഹി ലാ നുഖാതിലു മഅക്കും, നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യൂല, ഹത്താ തുഅ്തുനാ റഹനൻ, ബനു ഖുറൈശിൽ പണയം തരുന്നത് വരെ. അത് ഇബാറത്തിൽ എന്താ കൽബ് വന്നു പോയതാണ്. അതിനകത്ത് നമ്മൾ മുസന്നിഫിനെ കുറ്റപ്പെടുത്തിയെന്നല്ല, എല്ലാത്തിനും ആഴത്ത് ചിന്തിച്ചിട്ടോണം അറിയാൻ. അല്ലെങ്കിൽ അടിച്ചങ്ങട്ട് വിട്ടാൽ ആവുക. അവിടെ മറ്റുള്ള കിതാബിന്റെ ഇബാറത്തിൽ ഖുറൈശികൾ പറഞ്ഞെന്താണ്, ഒരു കുട്ടിനെ പോലെ നമ്മൾ തരൂല, ഇവർ പന്നിയും നായിയാക്കിയിട്ട് കോലം മറിച്ച കൂട്ടരല്ലേ, ഇവർ ഇങ്ങനത്തെ തരംകെട്ടവരല്ലേ എന്ന് പറഞ്ഞിട്ട് അബൂ സുഫിയാൻ ഭയങ്കര ദേഷ്യം പിടിച്ചൊന്നുണ്ട്. ഒരു കുട്ടിനെ പോലും തരൂല, എന്നിട്ടല്ലേ 70 ആള് പോയി പണി നോക്കാൻ പറയാറ്. അപ്പം കാലത്ത് ഖുറൈശിന്റെ മഖൂലായിട്ടില്ല ഏത് ഇന്നല്ലാഹി ലാ നുഖാതിലു. അപ്പോൾ എന്താക്കി? ബനൂ ഖുറൈദ തിരിച്ചു പറഞ്ഞു, വല്ലാഹി ലാ നുഖാതിലു മഅക്കും ഹത്താ തുഅ്തുനാ റഹനൻ. അപ്പൊ കാലത്ത് ഖുറൈശിന്റെ മഖൂല് ഒരു കഷ്ണം പോയിട്ടുണ്ട്. സംഗതി അവർ വിസമ്മതിച്ചു, പണയം തരൂല. വഖദ്ദലല്ലാഹു ബൈന, ഇടയിൽ എന്താക്കി? എല്ലാം പിരിഞ്ഞു പോയി. ഇനി അല്ലാഹു ചെയ്യുന്നവനെ എന്താ? ബഅസല്ലാഹു അലൈഹിം ഉർജിഹ ഫീ ലയാലി ശദീദത്തിൽ ബർദ്, രാത്രിയാണെങ്കിൽ കഠിനമായ തണുപ്പുള്ള സമയത്ത് എന്താക്കി? ഭയങ്കര കൊടുങ്കാറ്റടിച്ചു. ഫഅഖഫഅത ഖുദൂറഹും, അവരുടെ പാത്രങ്ങളൊക്കെ അട്ടിമറിച്ച്, വതറഹത അബ്നിയതഹും, അവർ പണിത ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞങ്ങിട്ട് വീണു. ദക്കറ ദാലിക ഇബ്നു ഇസ്ഹാഖ് ശറഫുൽ മവാഹിബ്. ഇബ്നു ഹജർ അത് ചുരുക്കി പറഞ്ഞു. ഇവിടെയും കുറച്ച് ചുരുക്കിയിട്ട് ഒരു ഇബാറത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉപേക്ഷിച്ചും കൂടെ കുറേ കിതാബ് നോക്കി, അവിടെ ഇബാറത്തിന്റെ സഹിയാൻ ഇങ്ങനെ. അതിനർത്ഥം മൂപ്പറ് തെറ്റ് പറഞ്ഞു എന്നല്ല, അച്ചടിയിൽ ഒരു കലിമത്ത് വിട്ടുപോയതാണ്. ഇതിന്റെ ഖുറൈശും ഖത്ഫാനും പറഞ്ഞത് എന്തേ? വല്ലാഹി ഇന്നല്ലദീ ഹദ്ദസക്കും നഈമുൻ ബിഹിൽ ഹഖും വരെ പറഞ്ഞിട്ട് ഒരു മക്കൂലാടില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഫാറുസലോ ബനൂ ഖുറൈദ അയച്ചു എന്ന് പറഞ്ഞിരുന്നു. ബനൂ ഖുറൈദ ഇവരിലേക്ക് അയച്ചെന്ന്. അന്നേരം ഇതാ ബനൂ ഖുറൈദ എന്നുള്ള കുടുങ്ങിയില്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിനാണ്. എന്നിട്ട് എല്ലാ കിതാബിനും എത്രയാണെന്ന് പറയുന്നത് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തണ്ട. അത് സംഗതി മനസ്സിലായല്ലോ. ഇനി 5, ഇത് 4ാമത്തെ കാര്യത്തിലാണ് 5. തഅമിയത്തുൽ ഉമൂറ അലാ അഅദാഇഹി വതൽബീസുൽ ഉമൂരി അലൈഹിം, കാര്യം വളരെ വ്യക്തമാക്കാത്തതുണ്ടാക്കണം. വേറെ ഭാഷയിൽ സംസാരിക്കല്, വേറെ ശൈലിയിൽ. എന്താ? വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുലബ്ബിസു ഉമൂറൽ ഹർബി അലാ അഅദാഇഹി, അഅദാക്കൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ എന്താക്കണം? കാര്യമൊന്നും വ്യക്തമായിട്ട് പറയൂല. വയുഅമ്മിഹ അൻഹും, അഅദാക്കളെ തൊട്ടെന്താക്കും? അത് തിരിയാത്ത രൂപത്തിലാക്കും. അല്ലെങ്കിൽ എന്താക്കും? ഓർ അപ്പുറത്തുനിന്ന് ഒരുങ്ങൂലേ? അതാ കൈല യതഫത്തനൂ ലഹാ, ആ ഹർബിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്താക്കും? ഓർ ബോധപൂർവം പ്രവർത്തിച്ചറിയില്ലേ? അതുപോലെ അത് തടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കും? ഓർ ഒരുങ്ങിക്കളിയും. ഔ യസീദു ഫിൽ ജംഅ, അല്ലെങ്കിൽ ആളെണ്ണം കൂട്ടിക്കളിയും. വഫീ ദാലിക ഹൈക്കുന ദിമ, അങ്ങനെ എന്താക്കും? വലിയ കലാപത്തിലേക്ക് എത്തും. جاء في الصحيحين عن كعب بن مالك رضي الله عنه أنه قال لم يكن رسول الله صلى الله عليه وسلم يريد غزوة إلا ورى بغيرها. എവിടെ യുദ്ധം ഉദ്ദേശിച്ചാലും മറ്റൊരു ഭാഷയിൽ കൂടെ തങ്ങൾ പറയാം. നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ടെന്ന്, അല്ലെങ്കിൽ നാളെ ഒരു കോളുണ്ടെന്ന് പറയും, കേട്ടാക്ക് യുദ്ധം തിരിയൂല. ഹത്താ കാനത്തിൽക്കൽ ഖസ്വ, ആ യുദ്ധം വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഖസ്വത്ത് തബൂക്കിലാണ്. അവിടെ എന്താക്കി? വ്യക്തമായി തന്നെ പറഞ്ഞു, ബാക്കിയെല്ലാം അവ്യക്തമായിട്ടേ പറയൂ. തബൂക്കിലേക്ക് ഒരുപാട് പോണ്ടേ.
അപ്പം ഗസാഹ ഫീ ഹർദിൻ ശദീദിൻ, തബൂക്ക് യുദ്ധം കഠിനമായ ചൂടുകാലത്തായിരുന്നു. വസ്തഖ്ബല സഫറൻ ബഈദൻ, ദീർഘമായ ദൂരം സഞ്ചരിക്കണം. വഗസ അദദൻ കബീറൻ, വമ്പിച്ച അദദിനോട് യുദ്ധം ചെയ്യുകയും വേണം. ഇതെല്ലാം ആകുമ്പോൾ മറച്ചു പറഞ്ഞാൽ ശരിയാവില്ല, കാര്യം തുറന്നു പറഞ്ഞു. ഫജല്ലാലിൽ മുസ്ലിമീന അംറഹും, അതുകൊണ്ട് എന്താക്കി ആദ്യം കാര്യം തന്നെ തുടർന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് തായ്പ പോകുമ്പോൾ പറയില്ലേ, ഇവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ ഓടാനുണ്ട്, ഇതുണ്ട് അതുണ്ട് നിലക്ക് വേണ്ട, ഒരുങ്ങി നാളെ വന്നാൽ മതി. അതിന് അലിയും യുദ്ധത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താക്കി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന് എന്താക്കി വളരെ വ്യക്തമായി പറഞ്ഞു. ബാക്കി എല്ലാ സ്ഥലത്തും എന്താക്കല് അവിടെ എന്താക്കില്ല, തൗര്യത്താക്കിയില്ല. അത് അപ്പൊ ശത്രുക്കളും പേരും കിട്ടിയ എന്താകും, അവർ മറുവശം ശക്തി കൂട്ടും. കമാന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബസൽ അംറ അലാ അദാഹി ലൈലത്തുൽ ഹിജ്റ, ഹിജ്റന്റെ രാത്രിയും അവർക്ക് തിരിയാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹീന കസദഹു ബൈതഹു, അവരെന്താക്കി തങ്ങളെ വീട് വളഞ്ഞില്ലേ, ലിയഖ്തുലുഹു, കൊല്ലാൻ വേണ്ടിയിട്ട്. ഫഅമറ അലിയൻ, തങ്ങളോട് പറഞ്ഞ് അൻയനാമ ഫീ ഫിറാശിഹി, തങ്ങളെ വിരിപ്പിൽ നീ ഉറങ്ങണം. വതസജ്ജാ ബി മുർദത്തിഹി, തങ്ങളെ പുതപ്പിടിച്ച് പുതച്ചോന്നും പറഞ്ഞു. തങ്ങൾ രാത്രി തന്നെ അവിടുന്ന് പോയി. അതാ പറഞ്ഞ ചരിത്രം മൂപ്പർ ഇത്രേ പറയുന്നുള്ളൂ, അറിയുന്നാക്ക് അത്രയല്ലേ കൊണ്ടു. ഇനി അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അസ്ബാബിൽ ലത്തി ഫിഹാ തഖ്വീഫും വഇർഹാബുൻ, ശത്രുക്കളെ പേടിപ്പെടുത്തലും അവർ നമ്മുടെ വലിയൊരു കൂട്ടം ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ഭയമുണ്ടാക്കലുണ്ടല്ലോ, അതിന് ചില അസ്ബാബ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുദു ബിൽ അസ്ബാബിൽ ലത്തി ഫിഹാ ഇർഹാബു അഅദാഇഹി വതഖ്വീഫുഹും, അയതാക്കളെ പേടിപ്പിക്കലും അവരിൽ പേടിയുണ്ടാക്കലും മറ്റും ഉണ്ടാക്കുന്ന അസ്ബാബ് എന്താക്കാൻ പിടിക്കും. അപ്പോൾ അലിക്കാന്തിന് അലിമിൻ ഹിദ്ദത്തിയും, അവരെ ഓക്ക് ശക്തി കൊടുക്കും. ഓ ഇത്ര ആളുണ്ടല്ലേ, പേടിച്ചു പോയി. വയക്കഫമിൻ ഷർറിഹിം വലുദ്ദിഹിം, അവരെ ഷർറും ദുർറും തടുക്കാനും വശദാസത്ത് നുഫൂസിഹിം, അവരുടെ നിഫ്തിൻ്റെ ആ കിബറും ബടായിലുണ്ടല്ലോ അത് കുറക്കാൻ. ഫഖദ് വറദ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ തവജ്ജഹ ലിഫത്ഹി മക്ക, മക്ക ഫത്ഹിന് വേണ്ടി ഒരുങ്ങിയില്ലേ, വൻതഹ ഇലാ മർറിൽ ലഹ്റാൻ എന്ന സ്ഥലത്തേക്ക് എത്തി. എന്നിട്ടോ അമറ അസ്ഹാബഹു, അസ്ഹാബിമാരോട് കൽപ്പിച്ചു ഫൗഖദു അശറത ആലാഫി നാരി, 10,000 തിരികെത്തിക്കാൻ. എന്താണ് അലി തറഹ, ഖുറൈശികൾ ദൂരത്തുനിന്ന് കാണട്ടെ. വതർഹബ മിൻ കസ്റത്തിയ, കസ്റത്ത് കണ്ടിട്ട് ഖുറൈശികളൊന്നും ഞെട്ടട്ടെ. ഹത്താ ഖാല അബൂ സുഫിയാൻ വമൻ മഅഹു ഹീന റഅഹു മിൻ ബഈദിൻ, ദൂരത്തുനിന്ന് കണ്ടപ്പോൾ അബൂ സുഫിയാനും കൂട്ടക്കറും പറഞ്ഞെന്താ ലകാന്നഹ നീറാനു അറഫ, അറഫയിലുള്ള തിരി പോലെ ഉണ്ടല്ലോ. അറഫയിൽ ധാരാളം ആളുണ്ടാകുമല്ലോ. ഐ ഫി കസ്റത്തിഹ, അതായത് അറഫന്റെ തിരിയോടെന്താക്കി ഇവിടെ തസ്ബീഹാക്കിയിട്ടാണ് കാനായിട്ടിട്ട് ആ കസ്റത്തിന്റെ വിഷയത്തിൽ. വകാന ദാലിക മിമ്മ അൽക്കൽ ഖൗഫ ഫീ ഖുലൂബി, ഇത് കണ്ടപ്പോൾ ശത്രുക്കളുടെ കൽബിൽ എന്താക്കി പേടിയായി. ഇനി മറ്റൊരു സംഭവം, കമാ അമറ സല്ലല്ലാഹു അലൈഹി, അത് ഒരു സംഭവത്തിൻ്റെ മുന്നേ മറ്റേ സംഭവത്തിന് അത്തഫാക്കിയിരുന്നു. അബ്ബാസ് തങ്ങളോട് പറഞ്ഞ അഞ്ചുലീസ് അബാ സുഫിയാൻ എന്താക്കണം, മലത്തരീഖി, വെളിയിലിരുത്തുക. ഇന്ത മലയ്ക്ക് ഖതമിൽ ജബൽ, ആ പർവ്വതം കൊടുന്ന ഇടുക്കുള്ള വഴിയുണ്ടാകുമല്ലോ, അതായത് അതിൽ കൂടിയേ കടന്നു പോവുള്ളൂ. അവിടെ എത്തി. വദാലിക യുശാഹിദ ജുയൂഷൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംഘം അബൂ സുഫിയാൻ എന്ന് കാണട്ടെ. വകതായിബഹും, അവർക്കുള്ള സംഘം ഉണ്ടല്ലോ. ഹത്താ തമുറ അലി, അബൂ സുഫിയാന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ കടന്നു പോകണം. സുമ്മ ജഅല തമുറ അലി കതീബത്തൻ കതീബത്തൻ, ഓരോ സംഘമായിട്ടാണ് എന്താ ജൂഷ് പോകുന്നത് ഒന്നിച്ച. ഫജഅല അബൂ സുഫിയാൻ ചോദിച്ച അബ്ബാസ് തങ്ങളോട്, മൻ ഹാദിഹിൽ കതീബത്തു യാ അബ്ബാസ്, അബ്ബാസ് ഈ കാണുന്ന സംഘാരം. കൂട്ടത്തോടെ ഇങ്ങനെ സംഘായിട്ടാണ് പോകുന്നത്. അബ്ബാസ് യുഖ്ബിറുഹൻ തിൽക്കൽ കതായിബി വാഹിദത്തൻ വാഹിദത്തൻ, ഓരോ സംഘം പോകുന്തോറും അത് ഇന്നവരാണ് എന്നെന്താക്കും അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുക്കും. വദാലിക മിമ്മ ഹമല അബാ സുഫിയാനെ പ്രേരിപ്പിച്ചാൽ തലാമുനി വൽ ഇസ്ലാം, ഇസ്ലാം, ഇനി കീഴൊതുങ്ങലേ നിവൃത്തിയുള്ളൂ, മുസ്ലിം സൈന്യത്തിലേക്ക് കീഴൊതുങ്ങലേ നിവൃത്തിയുള്ളൂ എന്ന് അബൂ സുഫിയാനെ പ്രേരിപ്പിച്ചത്. ഇലാൻ ദഖല ഫിൽ ഇസ്ലാം, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു.
എന്ന് നോക്ക്, യുദ്ധത്തിനിറങ്ങുന്ന അവസരത്തിൽ മറുവശത്ത് നിന്ന് ആരാണോ വരുന്ന അവരോട് കടപിടിക്കുന്ന ആളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ തോറ്റുപോയില്ലേ. അതാ ഇന്തിഖാഹു ഷജാനൽ അക്ഫാഅ ലി മുഖാവമത്തിൽ മആരിക്കിൽ ഹനീഫ. ശക്തമായ യുദ്ധം അഭിമുഖീകരിക്കണമെങ്കിൽ എന്താക്കണം? കൂച്ചക്കണം. അതിന് ധീരന്മാരെ. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യന്തഖി ലി ഖൗദിൽ മആരിക്കിൽ ഹനീഫ. വളരെ ശക്തമായ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അക്ഫാഅർ റിജാലി മിനൽ അബ്താൽ, ധീരന്മാരിൽ നിന്ന് മറുവശത്തിനോട് അനുയോജ്യമായ ആളുകളെ തിരഞ്ഞെടുക്കും. ഹസ്ബൽ ഇസ്തിദാദി വൽ മുനാസിബ, സാഹചര്യം നോക്കിയിട്ട് അതിന് തീരുമാനിക്കലാണ്. ഇതിന് അലി ഖൗലി തിൽക്കൽ മാറക്കത്തി ദാമിയ, ചോര ഒലിപ്പിക്കുന്ന ആ ഭംബിച്ച യുദ്ധം ഉണ്ടല്ലോ, അതിൽ പ്രവേശിക്കാൻ. സുമ്മ യതബയ്യന ലിസ്സഹാബത്തി ബഅദ ദാലിക, അതിനുശേഷമാണ് സഹാബത്തിന് തിരിഞ്ഞത്. ഇത് ആരെങ്കിലും അയക്കാനല്ല, പ്രത്യേകം ആളെ തിരഞ്ഞെടുക്കും. മറുവശത്ത് നിന്ന് ആര് രംഗത്ത് വരും അവരെ കണ്ടുപിടിക്കണം. ദിഖ്ഖത്ത നദരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ദിഖ്ഖത്തുൻ നദർ, ആഴത്തിലുള്ള ഈ തഅയീനി ദാലിക റജുൽ അല്ലദി ഇൻതഖാഹു, തങ്ങൾ തിരഞ്ഞെടുത്ത അവർ തന്നെയാണ് ഇവിടെ വേണ്ടത് എന്നെന്താക്കും? സഹാബത്തിന് തിരിയും. വസവാബ് റഅയിഹി ഫീഹി, അതിൽ തങ്ങളുടെ അഭിപ്രായം വളരെ ഒത്തു വന്നിട്ടുണ്ട്. ഫഹാദിഹി യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നോക്കി. യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഉതിയന്ന റായത ഗദൻ, നാളെ ഈ കൊടി ഞാൻ കൊടുക്കും. റജുലൻ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അതാ അദ്ദേഹത്തിന് അള്ളാഹും റസൂലും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആളെ പറഞ്ഞില്ല. വയഫ്തഹുല്ലാഹു അലാ യദി, അവരെ കയ്യാൽ യുദ്ധം വിജയിക്കുകയും ചെയ്യുന്നു. ഫലമ്മ അസ്ബഹന്നാസു, നേരം വെളുത്തപ്പോൾ ഗദൗ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലേക്ക് രാവിലെ എത്തി. കുല്ലുഹും യർജൂ മിൻ അൻ യുതഅ, കൊടി എനിക്ക് കിട്ടണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചിട്ട് വന്നു. ആളെ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? വന്ന അള്ളാഹു റസൂലും സ്നേഹിക്കുകയും ആകും, യുദ്ധം വിജയിക്കുകയും ചെയ്യുമല്ലോ. പക്ഷെ തങ്ങൾ ചോദിക്കുന്ന ഫഖാല സല്ലല്ലാഹു അലൈഹി ഐന അലി ഇബ്നു അബീ താലിബ് എന്ന് ചോദിക്കുന്നു. ഓർക്കാൻ അവിടെ ഇതില്ലോ. ഫഖാലു യാ റസൂലല്ലാഹു യസ്തക്കി ഐനൈഹി, രണ്ട് കണ്ണും രോഗം പിടിച്ച് കിടക്കുകയാണ്. ഫാർസല ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ആളെ അയച്ച് ഫൗതിയ ബിഹി വഹുവ അർമദു, കണ്ണെല്ലാം ചോന്നിട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഫബഖസ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി, രണ്ട് കണ്ണിൽ തുപ്പി. വദഅ ലഹു, ദുആർന്നു, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹുൽ ഹർറ വൽ ഖറാം, ചൂട് വേശാൻ പാടില്ല, തണുപ്പ് വേശാൻ പാടില്ല. ഏത് ഹർറ്? ഖർറ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഹറിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഖർറ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. അതിൽ ബർദ കേട്ടാ. അവർക്ക് ഒരു രോഗവും ഇല്ലാത്ത രീതിയിൽ സുഖപ്പെട്ടു. വഫീ റിവായത്തിൽ ബൈഹഖി വത്തബ്റാൻ അൻ അലി കറമല്ലാഹു വജ്ഹഹു ഖാല ഫമാ റമത്തു വലാ സുദിഅതു മുദ്ദഫഅ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖൈബർ. ഖൈബറിന്റെ ദിവസം എനിക്ക് കൊടി തന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണിന് രോഗമുണ്ടായിട്ട് തലവേദനയും എനിക്കുണ്ടായിട്ടില്ല എന്ന്. ഇത് കുറേ പ്രാവശ്യം കേട്ടതാണ്. وفي رواية يونس عن ابن إسحاق وقال علي رضي الله عنه يلبس القباء المحشوب الثقيل. കേട്ടാ, ഈ പഞ്ഞെല്ലാം നിറച്ചിട്ടുള്ള വലിയ തടിച്ച കോട്ട് എപ്പോഴും സിദ്ധത്തിൽ ഹരി, കഠിനമായ ചൂണ്ടപ്പം ധരിക്കുന്നു. മൂപ്പർക്കോ അതിനെക്കൊണ്ട് വേർക്കലോ ചൂണ്ടെടുക്കലോ ഒന്നുമില്ല. ഫലായുബാലിൽ ഹർറ, ചൂടിനെ എന്താക്കും? പ്രശ്നമാക്കൂല. വയൽബസ് സൗബൽ ഖഫീഫ ഫീ ശിദ്ദത്തിൽ ബർദി, കഠിനമായ തണുപ്പ് വരുമ്പോൾ നേരെ വസ്ത്രം ധരിക്കും. ഫലായുബാലിൽ ബർദ, തണുപ്പും അറിയില്ല. ഫസുഇല അൻ ദാലിക, ഇതിനെപ്പറ്റി തങ്ങളോട് ചോദിച്ചപ്പോൾ ഫഅജാബ ബി അന്ന ദാലിക ബി ദുആഇഹി സല്ലല്ലാഹു അലൈഹി യൗമ ഖൈബർ, ഖൈബറിന്റെ ദിവസം തങ്ങൾ ദുആ ചെയ്തിട്ട് അല്ലാഹുമ്മ അദ്ഹിബ് അൻഹുൽ ഹർറ വൽ ഖർറ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. മൂപ്പർ ചൂടോ തണുപ്പോ ഒരു പ്രശ്നമില്ല, അതാണ് തീർന്നത്. അപ്പോൾ അലിയാൾ തങ്ങളാണ് ഇതിന് പറ്റിയ ആൾ തിരഞ്ഞെടുത്തു. എല്ലാവരും വന്നിട്ടും കൊടുത്തില്ല. വഫീ യൗമി ഉഹദിൻ, ഉഹദിൻ്റെ ദിവസത്തിൽ ലമ്മസ്തദ്ദൽ മഅറക, യുദ്ധം കഠിനമായപ്പോൾ കാല മൻ യഖുദു ഹാദ സൈഫ ബിഹഖിഹി, ഞാനൊരു വാള് തരും, ആ വാളിൻ്റെ ഹക്ക് പ്രകാരം ആരാണോ സ്വീകരിക്കുക എന്ന് ചോദിച്ചു. ഫഖാമ ഇലൈഹി റിജാലുൻ, ധാരാളം ആളുകൾ വന്ന് നമുക്ക് 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 മീനും അവരുടെ കൂട്ടത്തിലുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാമ കൂട്ടത്തിലുണ്ട്, അശ്റത്തുൽ മുബശ്ശിരീപ്പെട്ടെ. ഫതലബഹു സലാസ മറാത്തി, 3 വട്ടം ആവശ്യപ്പെട്ടപ്പോഴും കൊല്ലു ദാലിക യുഅ്തു വന്നു.
കൊടുക്കുകയില്ല. ഹത്താ കാമയിനി അബൂ ദുജാന സിമാക്ക് ഇബ്നു ഖറസത്ത് റളിയല്ലാഹു അൻഹു വന്നു. അബൂ ദുജാന ഒരാളാണ്, സിമാക്ക് എന്ന് പറഞ്ഞ സ്വന്തം പേര്, അബൂ ദുജാന കുഞ്ഞത്ത്. കാല, അപ്പോൾ ഓറ് ചോദിച്ചു, അമ്മാ ഹക്കുഹു യാ റസൂലല്ലാഹ്, വാള് വാങ്ങിയാൽ എന്താ അതിൻ്റെ ഹക്കെന്ന് ചോദിച്ചു. കാല അൻ തദരിബ ബിഹി വജ്ഹൽ അദുവ്വി, അദുവിൻ്റെ മുഖത്ത് വെട്ടുക, ഹത്താ ജൻഹനിയ, അദുബ് കീഴൊതുങ്ങുന്നത് വരെയാണ്. ഈ അബൂ ദുജാന വക്കാന റജുലൻ ഷജാഅൻ, വലിയ ധീരനായ ആളാണ്. യഖ്താലു ഇൻദൽ ഹർബ്, യുദ്ധത്തിൻ്റെ അവസരത്തിൽ മൂപ്പർ നല്ല ഫഖ്റ് കാട്ടും. എന്നിട്ട് പറഞ്ഞു, ഫലമ്മ റആഹു സല്ലല്ലാഹു അലൈഹി യതബഖ്തറു, അന്ന് പൊങ്ങച്ചം കാട്ടുന്ന കണ്ടപ്പോൾ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹാ ലമിസിയത്തുൻ, ഇത് സാധാരണ രംഗമാണെങ്കിൽ യുബ്ഗിദുഹുല്ലാഹു തആല, അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണ്. ഇല്ലാ ഫീ മിസ്ലി ഹാദൽ മൗത്ത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊഴികെ ശത്രുക്കളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട്. കാല സുബൈർ കൂട്ടത്തിലുണ്ടല്ലോ, അത് കൊടി മൂന്നോട്ടം ചോദിച്ച് കൊടുത്തില്ലല്ല. ഈ കൊടി കൊണ്ട് അബൂ ദുജാന എന്താക്കുന്നത് നോക്കാനാണ്. വല്ലാഹി ലഅൻദുറന്ന മാ യസ്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. വത്തബഅതുഹു, ഞാൻ പിന്നാലെ പോയി. ഫഅഖദ ബിഇസാബത്തിൻ ലഹു ഹംറാ, മൂപ്പറോ ചോദി തോന്ന ഒരു നാട എടുത്തിട്ട് ഫഅസ്സബ ബിഹാ റഅസഹു, തലക്കം കിട്ടി. ഫഖാലത്തിൽ അൻസാർ ഖുറജ ഇസാബത്തുൽ മൗത്ത്, അതാ മൗത്തിൻ്റെ ഇസാബത്താണ് മൂപ്പർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഫഖറജ, അങ്ങനെ ആര് അബൂ ദുജാന റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങി. വഹുവ യഖൂലു അനല്ലദീ ആഹദനീ ഖലീലി വനഹ്നു ബിസ്സഫ്ഹി ലദന്നാഖീലി അല്ലാ അഖൂമ അദ്ദഹ്റ ഫിൽ കയ്യൂലി അദ്രിബ് ബിസൈഫില്ലാഹി വറസൂലി എന്ന് പാട്ട് പാടി. നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ ഖലീൽ എന്നോട് കരാറ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ആ ഈത്തപ്പനാണ് അവിടെ നിൽക്കുന്ന അവസരത്തിൽ എന്ത് ഫിൽ കയ്യൂൽ എന്ന് പറഞ്ഞാൽ ആഖിറു സഫ്, മുഅഖറത്തു സഫ്, അതാ ചെറഹദീറ്റ് സഫിൻ്റെ ബേക്കിൽ പോയി നിൽക്കൂലാന്ന് എന്നുവെച്ചാൽ മുന്നോട്ട് മുന്നോട്ട്. എന്നിട്ട് അലരിം, അതാ ഇദ്ഗാമിൽ വായിക്കണം, അലരിബ് ബിസൈഫില്ലാഹി വറസൂലി എന്ന് പാട്ടും പാടിയിട്ട് എന്താക്കി. ഫജഅല ലാ യൽക അഹദൻ മിനൽ മുശ്രിക്കീന ഇല്ലാ ഖതല. ഖാല സുബൈർ പറയുന്നത് കണ്ട കാഴ്ച, വകാന ഫിൽ മുശ്രിക്കീന റജുലുൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട റജുലുണ്ട്, ലാ യദഉ ലനാ ജരീഹൻ ഇല്ലാ വഖഫ അലൈഹി, അയാൾ നമ്മളെ ഭാഗത്തൊന്നും ഒന്നും ഇച്ചുകൂടില്ല, ഇത് മുറിവേറ്റാളെന്നാക്കി പിടിച്ചു കൊല്ലും. അങ്ങനത്തെ ഒരാൾ മുറിവേറ്റ് കടന്നാത് പൂർത്തിയാക്കി കളയും. ഫജഅല കുല്ലു വാഹിദിൻ മിൻഹുമാ യദുനു മിൻ സാഹിബിഹി, ഓരോരുത്തരും അവർ സാഹിബിലേക്ക്, അതായത് അബൂ ദുജാന അങ്ങോട്ടെടുക്കുന്നു. ഈ പറയപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, മുസ്ലിമീങ്ങളെ കൊന്നെടുക്കും, അവരിങ്ങോട്ടേക്ക്. ഫദഅഉതുല്ലാഹ, ഞാൻ ദ്വാരം അഞ്ഞജമഅ ബൈനഹും, രണ്ടാളിടയിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന്. ഇതിന് ഫൽതഖയ, അങ്ങനെ രണ്ടാൾ ഏറ്റുമുട്ടി. ഫഖ്തലഫാ ദറബത്തൈനി, ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി. ഫളറബൽ മുശ്രിക്കു, അബൂ ദുജാനത്തെ തങ്ങളെ വെട്ടി. ഫസ്തഖാഹു ബിദിർഖത്തിഹി, മൂപ്പറന്താക്കി പടയങ്കി കൊണ്ട് തടുത്തു. പരിചയം കൊണ്ട് അല്ല, ദിർഖത്ത് പടയങ്കിക്ക് പറയും. ഫഅല്ലത്ത് ബിസൈഫി, നോക്കുമ്പോൾ അവിടെ വാളി കടിച്ചു പോയി. അപ്പോൾ ഫളറബഹു അബൂ ദുജാന റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കൊടുത്തപ്പോൾ ഫഖതലഹു, അയാളെ പണിയിച്ചു. ثم رأيته عمل بالسيف على رأس هند بنت عتبة, ഉത്ബത്തിന്റെ മകൾ ഹിന്ദിന്റെ മേലെന്താക്കി ബാള് പൊക്കിയപ്പോ ثم عدل عنها, പിന്നെ അങ്ങോട്ട് ഒഴിവാക്കി. എന്താണ്? وقال أكرمت سيف رسول الله صلى الله عليه وسلم أن أضرب به امرأة, ഒരു പെണ്ണുങ്ങളെ വട്ടനെ തൊട്ട് ഞാൻ തങ്ങളെ ബാളിനെ കാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ദുജാന ഇനി കുറച്ച് മറ്റകളുണ്ട്. എത്രയായി? 2, 4, 6, 10 പേജായി.